You guys are celebrating 15 years. 15 years of commitment പറഞ്ഞായിരിക്കും കൂടുതൽ ശരി. എനിക്കിപ്പോഴും ഫ്ലൈ വീൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയം എനിക്ക് ഓർമ്മയുണ്ട്. ഫ്ലൈ വീൽ 15 വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഫ്ലൈ വീൽ ഓട്ടോ ഷോക്കും അതിൻ്റെ ടീമിനും ദൈവം കൂടുതൽ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. ഫ്ലൈ വീൽ പ്രോഗ്രാമിനെ പറ്റി പറയുമ്പോൾ എനിക്കറിയുന്ന ഞാൻ എവിടെയും കേട്ടില്ല. എന്നെ അമിതമായ രീതിയിൽ ചൂഷണം ചെയ്തു. ഞാൻ ഷോ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഭാഗമാണ് ആക്ച്വലി ഫ്ലൈ വീൽ. എനിക്ക് ഫ്ലൈ വീലിൻ്റെ മെമ്മറീസ് പറഞ്ഞാൽ ഒരുപാടുണ്ട്. കാരണം എൻ്റെ ഓട്ടോമൊബൈൽ ജേർണലിസം കരിയർ സ്റ്റാർട്ട് ചെയ്യണ ഞാൻ ഫ്ലൈ വീലിലൊപ്പാണ്. ഒരിക്കലും ഇനി തിരിച്ച് കിട്ടില്ലാത്തൊരു ഫേസ് എന്ന് പറയില്ല, അതുപോലത്തെ ഒരു സംഭവമായിരുന്നു. ഫ്ലൈ വീലിലേക്ക് വന്ന പിന്നെയാണ് നമ്മുടെ ആ ഒരു മേഖലയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടത്. ഈ കാറിന്റെ റിവ്യൂസ് എല്ലാം പറയുമ്പോൾ ഞങ്ങൾ ആ ഷോർട്ട് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 15 years of ഫ്ലൈ വീൽ എന്ന് പറയുന്നത് ഐ എം സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ് ഫാമിലി. ഫ്ലൈ വീലിൻ്റെ കൂടെയുള്ള ഓരോ യാത്രകളും ശരിക്കും നല്ല നല്ല അനുഭവങ്ങളും എൻ്റെ ലൈഫിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സും തന്നിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഫ്ലൈ വീലിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു യാത്ര ഒരുപാട് ദൂരത്തേക്ക് ഒരുപാട് ഉയരങ്ങളിലോട്ട് ആനിക്ക് ഈ ഒരു പ്രസ്ഥാനത്തെ എത്തിക്കാൻ സാധിക്കട്ടെ. So that is one of the best experiences of being a part of this wonderful team, I would say. കൂടെ തന്നെ ഉണ്ടാവും, പോവില്ല. 15 വർഷം. ഞങ്ങൾ ഫ്ലൈ വീൽ ആരംഭിക്കുന്നത് 2010 മാർച്ചിലാണ്. ഇന്ന് ഡിസംബർ 2025 എത്തുമ്പോൾ നമ്മൾ 15 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വലിയൊരു അച്ചീവ്മെൻ്റാണ് നമുക്ക്. നമ്മളെ വലിയൊരു ഡ്രീം കം ട്രൂ മൂമെൻറ്റാണ്. നമ്മളെന്ന് പറയുമ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉള്ളവരും നിങ്ങളും. നമുക്കിതൊരു വലിയൊരു നേട്ടമാണ്. നമ്മൾ ഇന്നും നമ്മളെ കൂടെ നിൽക്കുന്ന നിങ്ങളും എൻ്റെ ടീമെല്ലാം തന്നെയാണ് എൻ്റെ സ്ട്രെങ്ത്ത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ പകുതി ഭാഗം, അതായത് ഞാൻ ഇപ്പോൾ 44 വയസ്സാണ്, 22 വർഷമായിട്ട് ഞാൻ ഓട്ടോ ജേർണലിസം ചെയ്യുന്നുണ്ട്. 2010 മുതൽ എൻ്റെ മുഖം ഫ്ലൈ വീലാണ്. ഈ മുഖത്ത് എൻ്റെ കൂടെ ഞാൻ മാത്രമായിരുന്നില്ല, ഒരുപാട് പേരുണ്ട്. നമുക്കെല്ലാം ഒരുപാട് കഥകളും പറയാനുണ്ട്. ആ കഥകളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ. പക്ഷെ അതിൻ്റെ മുന്നേ നമ്മൾ ഈ 15 വർഷത്തെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, അത് കാണാം. എൻജോയ് ഇറ്റ്. Celebrating 15 years of Fly Wheel. Today is all about off-roading. ഫ്രണ്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. Hunt begins. Now it's a V8 here in the hood. Known for their high performance machine. Let's crank it. It's all about timeless elegance. The smell of petrol. എങ്ങനെയുണ്ട് ഈ വീഡിയോ? ഇഷ്ടപ്പെട്ടോ? എന്തായാലും നമ്മൾ ഇതുവരെ ഏകദേശം 1500-ലേറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് ഭാഗം മാത്രമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഏറ്റവും ഹൃദയത്തിനോട് അടുത്ത് നിൽക്കുന്ന കുറച്ച് വീഡിയോസാണ് റീസെൻറ്റ് പാസ്റ്റിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് വീഡിയോ മുതൽ ഇന്നത്തെ എല്ലാ വീഡിയോയും നമുക്ക് പ്രിയം തന്നെയാണ്. ആ ഫസ്റ്റ് വീഡിയോയിലും തന്നെ ഇപ്പം കാണുമ്പോഴും അതിൻ്റെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവാറുണ്ട്. ആ വീഡിയോ ഇടയ്ക്ക് കാണാറുണ്ട്. ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല വീഡിയോ ഒന്നും അല്ലെങ്കിലും എവിടെ നിന്നും തുടങ്ങി എന്നുള്ളതിന് ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും നല്ലതാണ്.
അപ്പോൾ അത് എപ്പോഴും ഞാൻ കാണാറുള്ളതാണ്. അതിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ആ വീഡിയോസിൽ നിന്ന് നമ്മളിവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റും നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ട്, നമ്മൾ എത്രത്തോളം മോൾഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്തിനനുസൃതമായിട്ടുള്ള വീഡിയോ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഈ സക്സസ്സിനും അതുപോലെ തന്നെ ഇത്രത്തോളം നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റിയതിനെല്ലാം തന്നെ ഒരുപാട് നന്ദിയുണ്ട് പലരോടും. അതിൽ ആദ്യം ഞാൻ നന്ദി പറയുന്നത് സർവശക്തനായ ദൈവത്തിനോട്, പിന്നെ ഇത്രയും കാലം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നിങ്ങളുമാണ്. പക്ഷേ എനിക്ക് എൻ്റെ കൂടെ ഉള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. എൻ്റെ കൂടെ തുടക്കം മുതലുള്ള പല ആൾക്കാരും ഇപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. അതിൽ അവർക്ക് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അവർക്ക് പറയാനുള്ളതിൻ്റെ മറുപടി ഞാനും പറയാം. എന്താ ഓരോരുത്തരായിട്ട് നമുക്ക് നോക്കാം. 1.5 പതിറ്റാണ്ട് വിജയകരമായി പൂർത്തിയാക്കിയ ഫ്ലൈവീൽ ഓട്ടോ ഷോവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം ഫ്ലൈവീൽ ടീമിനും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഫാമിലി ബിസിനസ് എന്നത് കൺസ്ട്രക്ഷൻ ആയിരുന്നു, ഹൗസിംഗ് കൺസ്ട്രക്ഷൻ. ഹാനി കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓഫീസിൽ വരാറും പ്രോജക്റ്റുമായി ബന്ധപ്പെടാറും എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡിഗ്രിക്കും പിന്നീട് PG ചെയ്യുമ്പോഴും ഡേ ടൈമിൽ വാസ്തവത്തിൽ ഹാനി ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അവൻ്റെ വായനയും മറ്റു ശ്രദ്ധയും നിരീക്ഷണങ്ങളും എല്ലാം തന്നെ ഓട്ടോ റിലേറ്റഡ് ആയിരുന്നു. അത് മുമ്പേ അറിയാമായിരുന്നു. പക്ഷേ കോഴിക്കോട് നടന്ന നമ്മുടെ ഫ്ലൈവീലിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ഡേ ആണ് എനിക്കിത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടതും ഹാനിയോട് ഈ രംഗത്ത് തന്നെ ഉറച്ചു നിൽക്കണമെന്ന് പറയുകയും അങ്ങനെയാണ് കൺസെഷൻ വിട്ട് ഒരു പൂർണ്ണമായി ഓട്ടോമൊബൈൽ റിലേറ്റഡ് ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ആ സംരംഭത്തിലേക്ക് വരുന്നത്. ഹാനി വളർത്തിയെടുത്ത ഈ സംരംഭം ഒപ്പം ഹാനിക്ക് നല്ലൊരു ടീമിനെയും വളർത്തിയെടുക്കാൻ പറ്റി എന്നതും ഇതിൻ്റെ വിജയത്തിൻ്റെ ഈ വളർച്ചയുടെ മുഖ്യ ഘടകമാണ്. അത് കാണുമ്പോൾ എനിക്കും വളരെ സന്തോഷമുണ്ട്. ഹാനിക്കും ഫ്ലൈവീൽ ഓട്ടോ ഷോക്കും അതിൻ്റെ ടീമിനും ദൈവം കൂടുതൽ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. ഫ്ലൈവീൽ എന്ന് പറയുന്നത് ഞാൻ ഒരു കുടുംബം പോലെയാണ് കാണുന്നത്. അതിലെ കാരണവർ തന്നെയാണ് എൻ്റെ ഉപ്പ ആയതുകൊണ്ട് മാത്രമല്ല ഈ വീഡിയോയിൽ ഉപ്പനെ ആദ്യം ഉൾപ്പെടുത്തുന്നത്. ഉപ്പൻ്റെ ഒരു നല്ല ഫ്രണ്ടുമാണ്. നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെ തന്നെ ആയിരുന്നു ചെറുപ്പം കാലം മുതൽ വന്നിട്ടുള്ളത്. കാരണം ഞാൻ അവർക്ക് ഉപ്പക്കുമ്പൊക്കെ ആയിട്ടുള്ള ഒരേ ഒരു സന്തതിയാണ്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പണ്ട് മുതലേ ഒരു ഫ്രണ്ട്സ് പോലെ ആയിരുന്നു ഉണ്ടായിരുന്നു. എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഉപ്പൻ്റെ ബിസിനസ്സിൽ വരാൻ ആഗ്രഹിച്ചാണ്. ഇപ്പോൾ കുറച്ച് കാലം അതിലുണ്ടായിട്ടുണ്ടെങ്കിലും എന്നോട് ഉപ്പ തന്നെയാണ് ഫ്ലൈവീലിലേക്ക് കംപ്ലീറ്റ്ലി പോകാൻ പറഞ്ഞത്. അതെനിക്ക് വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു, ഒരു ചാലഞ്ചായിരുന്നു. ഒരു സമയം നമ്മളൊരു സ്റ്റേബിളായി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റാത്തൊരു സമയമായിരുന്നു. കാരണം ഫ്ലൈവീലിൽ കംപ്ലീറ്റ്ലി പോകുക എന്ന് പറയുമ്പം അന്ന് ഫ്ലൈവീലിൽ നമുക്ക് വലിയ വരുമാനമൊന്നും കിട്ടി തുടങ്ങിയില്ല. നമ്മൾ വരുമാനത്തിനായിരുന്നില്ല ചെയ്തതും. ആ കാലത്ത് നമ്മൾ ഈ ഒരു സംഗതി പ്രസ്ഥാനം നടത്തിക്കൊണ്ടുപോകാനുള്ള കാശ് മാത്രം നമ്മൾ അതൊന്നും ശരിക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ, അല്ല ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു. എനിക്കെന്നെ സംബന്ധിച്ചിടത്തോളം ഉപ്പൻ്റെ ബിസിനസ്സിൽ നിൽക്കുമ്പം ഓഫീസിൽ നിന്ന് കിട്ടുന്ന സാലറി ആയിരുന്നു എൻ്റെ വരുമാനം. പിന്നെ പ്രോഫിറ്റ് എല്ലാം കിട്ടുന്ന പ്രോജക്റ്റ് എല്ലാം കഴിയുമ്പോഴല്ലാണ്. അപ്പോൾ ആ സാലറി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ഫ്ലൈവീലിൽ കംപ്ലീറ്റ് ഏറ്റെടുക്കുന്നത്. പക്ഷെ ഉപ്പ പറഞ്ഞൊരു വാക്ക് തന്നെ ഞാൻ കേട്ട്, ജീവിതത്തിൽ ചാലഞ്ചുകൾ വേണം, ചാലഞ്ചുകളെ മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ സക്സസ്സിലെത്താൻ പറ്റും. അപ്പോൾ ആ ചാലഞ്ച് ഞാൻ എടുത്തിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്തത് പൈസ ഉണ്ടാക്കല്ല, എങ്ങനെ സ്റ്റേബിളാക്കാൻ പറ്റും. കാരണം ഞാൻ ഈ ഒരു പ്രസ്ഥാനം നടത്തിയിരുന്നത് പ്രശാന്തൻ്റെ കൂടെയാണ്. അപ്പോൾ പ്രശാന്തേട്ടന് ഓരോ എപ്പിസോഡിനും ഒരു കോസ്റ്റ് എന്നുള്ള രീതിയിലായിരുന്നു വന്നിരുന്നത്. അതിന് കിട്ടുന്ന വരുമാനം നമുക്ക് ചിലപ്പം ആഡെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പോൺസേഴ്സിനുള്ളായിരുന്നു. അത് നമുക്ക് സ്റ്റേബിളായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും അതിൻ്റെ റൊട്ടേഷൻ നടന്നത് എൻ്റെ ബാക്കിയുള്ള വരുമാനത്തില്ല. അപ്പോൾ അതെല്ലാം എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാന്നുള്ളതായിരുന്നു ആദ്യം നോക്കിയത്. ഏകദേശം ഒരു 5-6 വർഷം വരുമാനമൊന്നും ഇല്ലാതെ തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. എന്നാലും നമ്മൾ ഇന്നിപ്പം നമുക്ക് എൻ്റെ കൂടെയുള്ള ജോലി ചെയ്യുന്നവർക്കെല്ലാം സാലറി കൊടുക്കാനും ഓഫീസിന് റെൻറ്റ് കൊടുക്കാനും അതുപോലെ തന്നെ ബാക്കി പ്രസ്ഥാനം നടത്താനുള്ള എല്ലാ കാശും നമ്മൾ ഫ്ലൈവീലിൽ തന്നെ ഉണ്ടാക്കുന്നത് നമ്മുടെ കുറേ ആൾക്കാരുടെ ജീവിതം നടക്കുന്നതിലാണ്. ഇതുവരെ എത്താൻ സാധിച്ചത് ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹവും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രാർത്ഥനയും ടീമിൻ്റെ സ്ട്രെങ്ത്തുമാണ്. ടീം എത്രത്തോളം എന്നെ സ്ട്രെങ്തൻ ചെയ്ത് സപ്പോർട്ട് ചെയ്തെന്ന് എനിക്ക് അറിയാം. അതിൽ ഫസ്റ്റ് സപ്പോർട്ട് ചെയ്ത ഒരു ടീം മെമ്പർ എന്ന് പറയുന്നത് പ്രശാന്ത് ഏട്ടനാണ്. ലിസൺ ടു ഹിം. നമസ്കാരം. ഫ്ലൈവീലിന് 15 വയസ്സ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്ലൈവീലിൻ്റെ ജനനം മുതൽ ഈ 15 വയസ്സ് വരെ കൂടെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു സന്തോഷമായി തന്നെ കാണുന്നു. ഹാനി മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി
എൻ്റെ അടുത്ത് പറയുകയും ഞാനത് എൻ്റെ മേഖലയായ മൂവി മേഖലയിലേക്ക്, അതൊരു മാഗസിനിൽ ഒരു പക്ഷേ എത്തിപ്പെടാവുന്ന കാര്യം പതുക്കെ എനിക്കറിയാവുന്ന മേഖലയിലേക്ക് മാറ്റി അത് വീഡിയോ ഫോർമാറ്റിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഞാൻ ആദ്യം ചെയ്തൊരു വർക്ക്. കാരണം എനിക്കെന്തെങ്കിലും അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അതൊരു വിഷ്വൽ ആയി വരണം. ഇപ്പോൾ ഫ്ലൈ വീലിൻ്റെ ഷൂട്ടിലുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു 80% സ്ഥലങ്ങളും നമുക്ക് പോകാനും നല്ല നല്ല സ്ഥലങ്ങൾ കാണാനും ഏറ്റവും പുതിയ വണ്ടികൾ ഡ്രൈവ് ചെയ്യാനും അത് ഷൂട്ട് ചെയ്യാനും അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ഇന്ത്യയിലെ മനോഹരമായ പല സ്ഥലങ്ങളും കാണാൻ പറ്റി എന്നുള്ളതാണ് ഒരു കാര്യം. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും വിദേശത്തൊക്കെ നമ്മൾ ഒരുപാട് ഷൂട്ടുകൾ ഫ്ലൈ വീലിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. എന്നും ഇത് നിലനിൽക്കട്ടെ. ഹാനി മുസ്തഫയ്ക്ക് ഇനിയും ഒരുപാട് ഉയർച്ചകളുണ്ടാകട്ടെ. ഫ്ലൈ വീൽ 15 വർഷം എന്നുള്ളത് വരും തലമുറ ഏറ്റെടുത്തൊരു 150 വർഷം അതിൻ്റെ മുകളിലേക്കൊക്കെ പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസിക്കുന്നു. നമ്മുടെ പ്രശാന്തേട്ടനാണ് ഇന്ന് ഇതിലെത്തിച്ച് അതിനെക്കുറിച്ചിട്ട് മൂപ്പര് പറഞ്ഞതിനേക്കാൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഒരു കാര്യം പ്രശാന്തേട്ടൻ പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ, ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ മറന്നുപോകും. നമ്മൾ ഫസ്റ്റ് പ്ലാൻ ഒരു ഫ്ലൈ വീലിൻ്റെ വീഡിയോ മാഗസിനാണ്. ഫ്ലൈ വീൽ എന്ന പേരിടുന്നിട്ടില്ല, ഒരു വീഡിയോ മാഗസിൻ. ഇന്നും ആരും ചെയ്യാത്ത ഒരു കോൺസെപ്റ്റ്. അന്ന് എനിക്ക് നോവൽ ആയി തോന്നിയൊരു കോൺസെപ്റ്റ് ആയിരുന്നു. ഒരു മാഗസിൻ വീഡിയോ ഫോർമാറ്റിൽ ഇറക്കാം. അന്നുള്ള CD കാലം കേട്ടോ, നമ്മൾ വീഡിയോ ലൈബ്രറിയിൽ പോയി CD എടുക്കുന്ന കാലത്ത്. അപ്പോൾ CD ആക്കി ഇറക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. അതിന് ഞാൻ ഒരിക്കലും എൻ്റെ ഫേസോ അല്ലെങ്കിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് വണ്ടി നമ്മളിപ്പോൾ കാണിക്കാം, ഈ ഫോട്ടോന്ന് ഒരു വണ്ടിൻ്റെ വീഡിയോ എടുക്കാം, അതിന് വോയിസ് ഓവറുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കി കണ്ടന്റ് നമുക്ക് അതിൽ തന്നെ ഒരു PDF ഫോർമാറ്റിൽ എടുത്തിട്ട് നോക്കാമെന്നല്ലായിരുന്നു. നല്ല ഐഡിയ. ആരൊക്കെങ്കിലും ഹൈജാക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് അതിൻ്റെ റോയൽറ്റി തരണേ. ഇപ്പോൾ ആരും ചെയ്യാത്തോണ്ട് പറയുന്നത്. എനിവേ, ആര് ചെയ്താലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അന്ന് അതിൻ്റെ വയബിലിറ്റി എല്ലാം നോക്കി നിൽക്കുമ്പോഴാണ് പ്രശാന്തേട്ടൻ ഈ പ്രപ്പോസലായിട്ട് വരുന്നത്, ഈ ഫ്ലൈ വീലിനുള്ള. അതായത് ഒരു ഏഷ്യാനെറ്റ് പ്ലസ്സിൽ ഒരു TV ഷോ, ഓട്ടോ ഷോ ചെയ്യാനുള്ള ഒരു പ്രപ്പോസൽ. 1/2 hour സ്ലോട്ട് കിട്ടും, 26 മിനിറ്റ്, അതാണ് കണക്ക്. അതിനുള്ളിൽ 4 മിനിറ്റിൻ്റെ ആഡ് എടുക്കാം, ബാക്കിയുള്ളത് നമ്മൾ കണ്ടൻറ്റ് നിറയ്ക്കണം. നമുക്ക് ഫോർമാറ്റിൽ നമുക്ക് ഫിക്സ് ചെയ്യാം എന്നെല്ലാം പറഞ്ഞ് പുള്ളിയുടെ ഫ്രണ്ട് കൃഷ്ണകുമാർ പറഞ്ഞിട്ടാണ് ഈ സ്ലോട്ട് ഉള്ളത് പറയുന്നത്. അങ്ങനെ വന്ന് അതിന് സംസാരിച്ചു. ഞാൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല, പിന്നെ സമ്മതിച്ചു. അങ്ങനെ ചെയ്ത് എപ്പിസോഡ് നമ്മൾ കൊടുത്തു. ഒരു 8 എപ്പിസോഡ് ആണ് നമ്മളന്ന് പൈലറ്റായിട്ട് കണ്ടത്. ആ 8 എപ്പിസോഡിന് മേലെ പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ആ പ്രസ്ഥാനമാണ് നമ്മളിന്നിപ്പോൾ 15 വർഷം എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനൊരു കാരണമായത് പ്രശാന്തേട്ടനാണ്. അപ്പോൾ ഈ ഒരു സംസാരത്തിൽ എനിക്ക് ഓർമ്മ ഒരു കാര്യം ഈ മാഗസിനാണ്. അതായിരുന്നു നമ്മളെ ഫസ്റ്റ് തോട്ട്. നമ്മൾ വന്ന വഴി മറക്കരുതെന്ന് ഒരു പഴഞ്ചൊല്ലായിട്ട് അറിയണമെങ്കിൽ നമ്മളത് ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു കാര്യമായിട്ട് എപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പം ഫ്ലൈ വീൽ തുടക്കത്തിലേ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഫ്ലൈ വീൽ തുടക്കമായിട്ടുള്ള കാരണമായിട്ടുള്ള പ്രശാന്തേട്ടൻ ഇന്നും നമ്മളെ ഭാഗമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ മൂപ്പരെ ഉന്തി പറഞ്ഞയച്ചായിരുന്നു. മൂപ്പരൊരു ചൊല്ലുണ്ട്, ദിവസമുള്ള കഞ്ഞീനേക്കാളും നല്ലല്ലോ എപ്പോഴും കിട്ടുന്ന ബിരിയാണി എന്ന് പറയും. അതെന്താ വെച്ചാൽ മൂപ്പര് ഉദ്ദേശിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ആഡ് വർക്കും അതുപോലെ തന്നെ സിനിമയുടെ വർക്കെല്ലാം വരുന്നത് ക്യാൻസൽ ചെയ്തിട്ട് ഫ്ലൈ വീലിൻ്റെ നമ്മളെ കൂടെ യാത്ര ചെയ്യും. കാരണം അന്നല്ല ഞാൻ യാത്ര ചെയ്യുന്ന ഇൻവൈറ്റ് ഇട്ടിട്ടൊന്നുമല്ല. നമ്മൾ ബോംബെയിലോ ഡൽഹിയിലോ എവിടെയെങ്കിലും ചിലപ്പോൾ ദുബായിലെല്ലാം പോയിട്ട് കണ്ടൻറ്റ് ഉണ്ടാക്കും. മാക്സിമം കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ഒരാഴ്ച വിടലായിരുന്നു. എന്നാലും കോസ്റ്റ് ഒക്കെ ഉള്ളായിരുന്നു. അന്ന് മൂപ്പര് ചിലപ്പോൾ പോയി കഴിഞ്ഞ് വന്നിട്ട് അല്ലെങ്കിൽ പോയിട്ട് അവിടെ ഇരിക്കുമ്പോഴേക്കും ഒരു ആഡിൻ്റെ വന്നു ഞാൻ അത് വിട്ടിട്ടായിരുന്നു. അപ്പോൾ ഇതെന്ത് പണിയാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് വരുമാനം കൂടുതൽ കിട്ടും, എൻ്റെ അത് കൈസ എപ്പോഴെങ്കിലും കിട്ടുള്ളൂ എന്നെല്ലാം പറയുമ്പോൾ എപ്പോൾ ഉള്ള കഞ്ഞിയാണ് എപ്പോഴും കിട്ടുന്ന ബിരിയാണിക്കാട്ടും നല്ലതെന്ന് പറയും. പക്ഷേ എനിക്ക് മനസ്സിലായി ഇടയ്ക്കുള്ള ബിരിയാണി അല്ലെങ്കിലും ചോറെങ്കിലും ഇടയ്ക്ക് കഴിക്കണമല്ലോ എന്നുള്ള മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഒരു പോയിൻ്റ് എത്തിയപ്പം മൂപ്പരെ കുറച്ച് വർക്ക് അധികം വന്നപ്പം തള്ളിവിട്ടത് തന്നെ പുറത്താക്കിയതെന്നുള്ള അർത്ഥത്തിൽ മൂപ്പര് അത് പോയി ചെയ്യും. നമ്മൾ വേറെ വലിയ വർക്ക് വരുമ്പോൾ നിങ്ങളാണ് വിളിക്കുക, ബാക്കിയുള്ള ചെറിയ വർക്കുകൾക്കെല്ലാം നമ്മൾ പുതിയ ടീം മെമ്പേഴ്സിനെ ഉപയോഗിക്കാം എന്നെല്ലാം പറഞ്ഞ് വിട്ടതാണ്. വലിയ ഇഷ്ടമില്ലാതെ തന്നെ പോയതെല്ലാം എനിക്കറിയാം. പക്ഷേ അതുകൊണ്ട് മൂപ്പർക്ക് ഒരു ഫോർച്യൂൺ ഉണ്ടായി. ഇന്നിപ്പോൾ സിനിമയിലെല്ലാം അറിയപ്പെടുന്ന ഒരു ക്യാമറമാനാണ്, അവാർഡ് വിൻ ചെയ്തിട്ടുണ്ട്, ആഡുകൾ കുറേ ചെയ്യാറുണ്ട്. എന്നാലും ഞാൻ എന്തെങ്കിലും ഫ്ലൈ വീലിൻ്റെ വർക്ക് ഉണ്ട് എന്തെങ്കിലും വരുമെന്ന് വെച്ചാൽ ഫ്രീ ആണെന്ന് പറഞ്ഞാൽ അപ്പം വരും. അതിന് വേറെ വർക്കൊന്നും നോക്കാറില്ല എന്നറിയാം. പക്ഷേ ഞാൻ ആദ്യമേ മൂപ്പര് പ്ലാനല്ല എന്താണെന്ന് ഐഡിയയിൽ തഞ്ചത്തിൽ മനസ്സിലാക്കും, എന്നിട്ടാണ് വിളിക്കുക. എന്നാൽ ഇപ്പോഴും നമ്മൾ വലിയ വർക്കോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെ കാരണം ഒരു സ്ഥാനത്ത് ക്യാമറമാൻ ഷാന്ത് എന്തായാലും ഉണ്ടാവും. അതിൻ്റെ അടിയിൽ വന്ന ആൾക്കാരെല്ലാവരും എപ്പോഴും ഉള്ളത്. അപ്പോൾ അവരെല്ലാം പറഞ്ഞാൽ മൂപ്പര് പറഞ്ഞാൽ തന്നെ കേൾക്കുന്ന ആൾക്കാരാണ്. എന്തായാലും പ്രശാന്തേട്ടാ, നിങ്ങൾ ഇതിൻ്റെ വലിയ ഭാഗമാണ്, വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. നന്ദി എന്ന വാക്കിലൊന്നും ഒതുക്കില്ല, എന്നും ഇവിടെ ഉണ്ടാവും. 15 years of ഫ്ലൈ വീൽ എന്ത് പെട്ടെന്നല്ലേ.
എങ്ങനെയാണ് ഫ്ലൈവിൽ പേര് വന്നതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു. നല്ല ഉഷാറാവട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് കൺഗ്രാജുലേഷൻസ് ഓൺ 50th ആനിവേഴ്സറി. ഇനി ഫ്ലൈവിൽ എന്ന പേര് അവൻ പറഞ്ഞാൽ ശരിയാണ്, ഫ്ലൈവിൽ എന്ന പേര് ഓർമ്മയില്ലേന്ന്. അജു ആണ് അതിനൊരു കാരണം. അജു അല്ല, അജുവിൻ്റെ കാറാണ് കാരണം. അന്ന് അജുവിൻ്റെ അടുത്ത് ഒരു ലോറ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് എറണാകുളം എപ്പോഴും പോകും. ഞാനും അജു പലപ്പോഴും യാത്ര ചെയ്യാറുണ്ട്. അവൻ്റെ ഫ്ലാറ്റിൽ നിൽക്കാറ്. അന്ന് തേവരയുള്ള ഫ്ലാറ്റിൽ നിൽക്കും. നമ്മൾ ചിലപ്പം പ്ലാൻ ചെയ്തിട്ടാണ് ഒരുമിച്ച് മടങ്ങും. അപ്പോൾ ആ സമയത്ത് ഇവിടെ സർവീസ് ഇല്ല, മർക്ക മോട്ടോഴ്സിൻ്റെ സർവീസ് അവിടെ ഉണ്ടായിരുന്നത്. സ്കോഡ കാറിനൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, കൊടുത്തു, തിരിച്ചു വന്നു. ആ കംപ്ലയിൻറ്റ് തീർന്നിട്ടില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് മാറാത്ത സമയമായിരുന്നു. അപ്പോൾ ഒരു ദിവസം സാധാരണ വളരെ ശാന്തപ്രകൃതനായിട്ടുള്ള അജു ഒരു ദിവസം കുറച്ച് ദേഷ്യം പിടിച്ച് സംസാരിക്കുന്ന ഫോണിൽ കേട്ടു. കാരണം വേറൊന്നുമില്ല, കംപ്ലയിൻറ്റ് തീരാത്തതുകൊണ്ട് വിളിച്ച് പറഞ്ഞ് ഇത്ര വാഷ് ചെയ്ത് കംപ്ലയിൻറ്റ് തീരുന്നില്ല. അപ്പോൾ അവൻ പറയുന്നത് ഈ വണ്ടിൻ്റെ ഫ്ലൈ വീൽ നിങ്ങൾ മാറ്റി എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ടില്ല, അത് ഫ്ലൈ വീലിന് ഇപ്പോഴും കംപ്ലയിൻ്റ് ഉണ്ടല്ലോ, അത് മാറ്റണം. അങ്ങനെ ഫ്ലൈ വീൽ എന്നുള്ള വാക്ക് 4-5 പ്രാവശ്യം അവൻ പറയുന്ന കേട്ടപ്പം എനിക്ക് കത്തി ഫ്ലൈ വീൽ. ഞാൻ പല പേരുകളും വർക്കൗട്ട് ചെയ്ത് പലരോടും ചോദിച്ചു, പല റെക്കമെൻഡേഷൻ കിട്ടി. ഇതെല്ലാം ഷോർട്ട് ലിസ്റ്റ് കുറച്ച് പേരുകൾ വെച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്, ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത ഫ്രണ്ട്സിനോട് പല കാര്യം ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവരോടെല്ലാം പറഞ്ഞ് 1-2 ചൂസ് ചെയ്ത് 4-5 പേരുകൾ അഭിപ്രായം വന്ന് 2-3 പേര് ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷേ ഞാൻ ഒന്നും ഹാപ്പി ആയിരുന്നില്ല. എല്ലാം നമുക്ക് കേട്ട് പഴകിയ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള പേരുകളായിരുന്നു. ഫ്ലൈവിൽ നിന്ന് പേര് കേട്ടപ്പം, ഫ്ലൈവിൽ നിന്ന് എലമെൻറ്റ് എനിക്ക് മനസ്സിലായി, എനിക്കൊരു കണക്റ്റ് കിട്ടി. ഏതൊരു എൻജിനും, ജെറ്റ് എൻജിനൊഴികെ, ഇന്നത്തെ ഇലക്ട്രിക് കാറിനെ പറയില്ല, ഞാൻ അന്നത്തെ കാലത്താണ് പറയുന്നത്, ഏതൊരു എൻജിനും മൊമെൻറ്റം കൊടുക്കുന്ന ഒരു സാധനമാണ് ഫ്ലൈവിൽ എന്ന എലമെൻറ്റ്. ഫ്ലൈവിൽ ഇല്ലാതെ ഒരു എൻജിനില്ല. അത് കാറിലാണെങ്കിലും സ്കൂട്ടറിലാണെങ്കിലും ബൈക്കിലും ഷിപ്പിലും എല്ലാത്തിലും ഉണ്ട്. ആ ഫ്ലൈ വീൽ ഒരു നല്ല പേരാണ്. പെട്ടെന്ന് ആൾക്കാർക്കും ഫ്ലൈ വീൽ, പറക്കുന്ന വീൽ അങ്ങനെ ആയിരിക്കും തോന്നാം, എല്ലാം ഫ്ലൈയിങ് വീൽ അങ്ങനെയെല്ലാം തോന്നാം. പക്ഷേ അറിവുള്ള ഒരാൾക്ക് അതെന്താണെന്ന് മനസ്സിലാവും. ഫ്ലൈ വീൽ അതൊരു എലമെൻറ്റാണ്, മൊമെൻറ്റം കൊടുക്കുന്നത്. മൊമെൻറ്റം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ വിട്ടത്. അതൊരിക്കലും റെക്കഗ്നൈസ് ചെയ്ത് നമ്മുടെ പ്രിൻറ്റിങ് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, വി പബ്ലിഷേഴ്സ്, ഇഷാദ് ആഷിദിൻ്റെ എല്ലാം ഫാദറുണ്ട്. പുള്ളി പഴയ പ്രൊഫസറായിരുന്നു, നമ്മൾ വി ഗൈഡിൻ്റെ എല്ലാം പബ്ലിഷേഴ്സാണ്. പുള്ളിയെടുത്ത് നമ്മൾ ഈ പ്രിൻറ്റിങ് പാർട്ട്നേഴ്സ് ആകുന്ന സമയത്ത് ഒരു സമയത്ത് പോയ സമയത്ത് പുള്ളി എന്നോട് ചോദിച്ചു, ഉഷാൻ്റെ ഫാദർ. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, ഫ്ലൈവീൽ എന്നുള്ള പേര് ഉദ്ദേശിച്ച് ആ മൊമെൻറ്റം കൊടുക്കുന്ന ഫ്ലൈവീൽ തന്നെയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ഒരു വ്യക്തി അത് റെക്കഗ്നൈസ് ചെയ്തപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, അപ്പം ഫ്ലൈവീൽ എന്നുള്ള പേരിന് കാരണമായതുള്ള അജുൻ്റെ കാറാണ്. അപ്പോൾ അജു അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് കേട്ടോ. അന്ന് ഞാൻ സ്വന്തമായിട്ട് ഇൻഡിവിജ്വലി ആണത് ഫ്ലൈവീൽ തുടങ്ങി, പിന്നെ പാർട്ട്ണർഷിപ്പ് ആയപ്പം അജു പാർട്ട്ണറാണ്. ഫ്ലൈവീൽ എന്ന ഈയൊരു പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായ ഹാനി മുസ്തഫ, ഞങ്ങളെല്ലാവരും സ്നേഹത്തോട് കൂടിയിട്ട് ഇക്കാര്യം വിളിക്കുന്നു. ഹാനിക്കിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു 15-16 വർഷം മുന്നേയുള്ള കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ട്രെൻഡ് തുടങ്ങി വെച്ച ഓർക്കിഡ് എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ്. ഞാൻ ഇദ്ദേഹത്തിന് ആദ്യമേ കാണുന്നത്, ഞാനും എൻ്റെ ഫാദർ മരണപ്പെട്ടു. ഞാൻ ഫാദറുമായി എറണാകുളത്തേക്ക് പോകുന്നത് ട്രെയിൻ യാത്രയിൽ വെച്ചിട്ടാണ് ഈ ഹാനി മുസ്തഫ എന്ന് പറഞ്ഞ ആളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആ ഒരു ട്രെയിൻ യാത്രയിൽ തുടങ്ങിയ ബന്ധമാണ് പിൽക്കാലത്ത് ഫ്ലൈവീലിൽ ഞാൻ പാർട്ട്ണറാകാനും അദ്ദേഹത്തിൻ്റെ തോളോട് തോൾ ചേർന്ന് ഫ്ലൈവീൽ എന്ന ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞ 15 വർഷവും നയിക്കാനും ഉള്ളൊരു അവസരം എനിക്ക് ലഭിച്ചത് ആ ഒരു ട്രെയിൻ യാത്രയിൽ നിന്നുള്ള തുടക്കത്തിലാണ്. പിന്നീട് ആ യാത്രയിൽ എന്നോടൊപ്പം എൻ്റെ ഉറ്റ സുഹൃത്തും എൻ്റെ ബാല്യകാല സുഹൃത്തുമായിട്ടുള്ള അരവിന്ദ് ശശിധരൻ, നിങ്ങൾക്കെല്ലാവർക്കും നന്ദു എന്നറിയുന്ന നന്ദു ആ യാത്രയുടെ ഭാഗമാവുകയും പിന്നീട് ഞാൻ ഹാനിക്കയിലൂടെ ഹുമയൂണിക്ക, ഞങ്ങൾ മറ്റൊരു ജ്യേഷ്ഠനെ പോകുന്ന ഹുമയൂണിക്ക, അതേപോലെ അജുക്ക, ഞങ്ങൾ എല്ലാവരും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി. ഈ ഒരു പ്രസ്ഥാനം 15 കൊല്ലത്തെ 4 വഴികൾ പിന്നിട്ട് ഫ്ലൈവീൽ ഇപ്പോൾ ഇവിടെ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായി ഈ കൊച്ചു കേരളത്തിൽ നിന്നും, ഒരു മലയാളം എന്നുള്ളൊരു കൊച്ചു മീഡിയത്തിൽ നിന്നും പല ഭാഷകൾ സംസാരിക്കുന്ന, പല ഭാഷകൾ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന, പല ദേശത്ത് ആൾക്കാർ കാണുന്ന ഒരു മഹാപ്രസ്ഥാനമായി വളർന്നിട്ടുണ്ട്. ആ വളർച്ചയിൽ ഇക്കയുടെ കൂടെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമാണ് ഞാൻ, സംതൃപ്തനാണ് ഞാൻ. ഈ ഒരു യാത്രയിൽ എന്നെ കൂടെ കൂട്ടുക ഇക്കയുടെ ഏത് കാലഘട്ടത്തിലും എനിക്ക് സ്മരണയും നന്ദിയും കടപ്പാടുമുണ്ട്. ഈ ഒരു യാത്ര ഒരുപാട് ദൂരത്തേക്ക്, ഒരുപാട് ഉയരങ്ങളിലോട്ട് ഹാനിക്കയ്ക്ക് ഈ ഒരു പ്രസ്ഥാനത്തെ എത്തിക്കാൻ സാധിക്കട്ടെ. ആ യാത്രയിൽ എൻ്റേതായ ഒരു വേഷം വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ, അദ്ദേഹത്തിൻ്റെ തോളോട് തോട് ചേർന്ന് നിൽക്കാൻ എനിക്കും സാധിക്കട്ടെ എന്ന് ഈ ഒരു 15 വർഷം തികഞ്ഞ ഈ ഒരു സമയത്ത് ഞാൻ ഞങ്ങൾക്ക് എല്ലാവരെയും ആശംസിക്കുകയാണ്, വിഷ് ചെയ്യുകയാണ്. ഇംബിന്ന് ഞാൻ വിളിക്കുന്ന ലിബിൻ. ലിബിനെ ഞാൻ ഫസ്റ്റ് കണ്ട ആ കാഴ്ച ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്.
ഞാൻ ട്രെയിനിൽ കൊച്ചിയിലേക്ക് പോവാണ്. നോമ്പിൻ്റെ സമയം. അപ്പോൾ രാവിലെ നമ്മൾ സാധാരണ അത്താഴം കഴിച്ചിട്ട് നോമ്പ് പിടിച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങുന്ന സ്വഭാവം ഉണ്ടാവുമല്ലോ. ആ സ്വഭാവത്തിൽ തന്നെ ഞാൻ രാവിലത്തെ 6 മണിയുടെ ട്രെയിനിനാണ് നോമ്പ് എടുത്തിട്ട് വന്ന് ട്രെയിനിൽ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് നേരം ഉറങ്ങും. അപ്പോൾ ഞാൻ ഇരിക്കുന്ന ചെയർ കാറിൽ, അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെയർ കാറിൽ ഒരു പയ്യൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒരു ഷാർപ്പ് നോട്ടം. അപ്പോൾ അങ്ങനെ ആൾക്ക് കണ്ണെല്ലാം തുറക്കുമ്പോൾ നോക്കുമ്പോഴും അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉറങ്ങുന്ന പോലെ കുറച്ചൊന്ന് നടിച്ച്, നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങുന്ന കാര്യമെല്ലാം കളിച്ച് പിന്നെ ഉറങ്ങിപ്പോയി. പിന്നെ ഉണർന്ന് കണ്ണുറന്നപ്പോൾ പെട്ടെന്നുണ്ട് അങ്ങോട്ട് വന്ന്, ഇക്ക എന്നെ ഓർമ്മ ഉണ്ടോ? ഇപ്പോഴും ഇങ്ങനെ കേട്ടോ സംസാരം ഭയങ്കര ഫാസ്റ്റാണ്. ഞാൻ പറഞ്ഞു ഇന്നെ അറിയോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഇല്ല, ഞാൻ നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ BMW എടുത്ത് ഇക്കൻ്റെ അഡ്വൈസ് എടുത്തിട്ടായിരുന്നു, ലിബിൻ താമരശ്ശേരി. ഞാൻ അപ്പം പെട്ടെന്ന് മനസ്സിലായില്ല, എന്താ പറയുക, എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ ഒന്ന് ഷൊർണൂർ വരെ കുറച്ച് നേരം കിടക്കണം, നോമ്പെടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ സംസാരിക്കാമെന്നാണ്. ഓക്കെ എന്ന് പോയിരുന്നു. പറഞ്ഞ പോലെ ഷൊർണൂർ എത്തി എൻ്റെ അടുത്ത് വന്നിരുന്നു. പക്ഷെ നല്ലൊരു കൺസ്ട്രക്റ്റീവ് ടോക്കായിരുന്നു. ആക്ച്വലി ലിബിനായിട്ട് ഞാൻ ചാറ്റ് ചെയ്തിട്ടുള്ള കണക്ഷൻ ഉണ്ട്. അത് എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. ചാറ്റ് ചെയ്തിട്ട് പലപ്പോഴും അവിടെ വണ്ടി എടുക്കുമ്പോഴും ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവനെ കോവൻട്രിയിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഹയർ സ്റ്റഡീസിന് പോയി M.Tech എടുത്ത് അവിടുന്ന്. ആള് നല്ല എൻജിനീയറാണ്, പക്ഷേ ബിസിനസ്സുകാരനാണ്. അന്ന് അവൻ്റെ ഫാദറാണ്, ഇപ്പം ഇല്ല. അന്ന് അങ്കിളും വരെയായിട്ട് ട്രീറ്റ്മെൻറ്റ് പോകുന്ന സമയത്താണ് കണ്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ നാട്ടിൽ വന്നിട്ട് കാണാമെന്ന് പറഞ്ഞു. നാട്ടിൽ വന്ന് കണ്ടു. ആ സംസാരം പ്രോഗ്രസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ ഫ്ലൈ വീലുള്ളത്. ഞാൻ ചുരുക്കി പറയാണ്, വലിയ സ്റ്റോറി ആണെങ്കിലും ചുരുക്കി പറയാം. ഞാൻ വേറെ അവസരത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, ചില പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ലിബിന് ശിവ എന്ന് അവൻ്റെ ഫ്രണ്ടായിട്ട് വന്നു. പിന്നെ നമ്മൾ പാട്ടായിരുന്നു. അപ്പോൾ ശിവയും വന്നിട്ട് ഡിസ്കസ് ചെയ്ത് കുറേ പ്രോജക്ട്സ് എൻ്റെ മൈൻഡിലും ഉണ്ടായിരുന്ന പല സംഗതിയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഇങ്ങനത്തെ ഐഡിയാസ് ഉണ്ട്, ചിലത് എനിക്കുണ്ട്, ചിലത് അവർക്ക് പുതിയ ഐഡിയ ഉണ്ട്. പാരലലി പോകണോ? അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നമ്മളെ മുന്നിൽ നിന്നിട്ട് ഒരുമിച്ച് പോകാമെന്നുള്ളതാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഫ്ലൈ വീൽ എന്ന സ്ഥാപനം, അല്ലെങ്കിൽ നമ്മളൊരു പാർട്ട്ണർഷിപ്പ് എന്ന സ്ഥാപനമായിട്ട് മാറുന്നത്. അതെന്ന് വെച്ചാൽ, ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ, ഞാൻ തുടങ്ങിയത് ഉപ്പൻ്റെ അണ്ടറിലുള്ള ഒരു എക്സ്പ്രഷൻ മീഡിയൻ്റെ ബാനറിലാണെങ്കിൽ, ഇന്നിപ്പോൾ ഫ്ലൈ വീൽ അറിയുന്നത് ബ്രെയിൻ ബോക്സ് മീഡിയ എന്നുള്ള സ്ഥാപനത്തിലാണ്. അത് നമ്മൾ അന്ന് വാല്യൂഷൻ ചെയ്ത് നമ്മൾ പാർട്ട്ണറായിട്ട് വന്നവരാണ് ലിബിന്, ശിവ, പിന്നീട് നന്ദു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹുമയൂൺ ആഡായി. പിന്നീട് കാലത്ത് അതുപോലെ തന്നെ ഹുമയൂൺ ആഡായി. എൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉപ്പനെ വെച്ചു. പിന്നീട് അജു വന്നത്. ഇന്നിപ്പോൾ അതൊരു പാർട്ട്ണർഷിപ്പ് ഫേമാണ്. നമ്മൾ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ശിവ പുറത്തേക്ക് പോകാനുള്ള കാരണം കൊണ്ട് ശിവ കഴിഞ്ഞ സമയത്ത് ആണ് ആക്ച്വലി അജു കൂടെ വരുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഈ സ്ഥാപനം നടക്കുന്നത്. അപ്പം ഈ ഒരു മീറ്റിംഗ് ഒരു വലിയൊരു ടേണിംഗ് പോയിൻ്റാണ് എൻ്റെ ലൈഫിൽ. കാരണം ഞാൻ തുടങ്ങിയ സ്ഥാപനം ശരിക്കും പറഞ്ഞാൽ ഒരു വാല്യൂ കൽപ്പിച്ചത് ഫസ്റ്റ് വരെയായിരുന്നു. അതിനെൻ്റെ ഉപ്പ പറഞ്ഞ വാക്കാണ് എനിക്ക് വലുത്. കാരണം ഞാൻ അന്ന് ഉപ്പൻ്റെ അടുത്ത് കുറച്ച് പണം കടമെടുത്തിട്ടാണ് ഫ്ലൈ വീൽ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ വാല്യൂഷൻ ചെയ്ത് തന്ന പണത്തിലാണ് ഞാൻ ഉപ്പൊക്കെ റീപേ ചെയ്യുന്നത്. അന്ന് ഉപ്പൻ്റെ സെക്രട്ടറി സൈദച്ചിനോട് പറഞ്ഞു, ഹി പെയ്ഡ് ഓഫ് ഹിസ് ഡെപ്റ്റ് ബൈ ഹിസ് ഓൺ ഏർണിങ്സ്, ദാറ്റ് ഷോസ് എ സക്സസ്. അപ്പോൾ ആ സക്സസ്സിലൊരു പാട്ടായ ആൾക്കാർ ഇന്നും എൻ്റെ പാട്ടാണ്. ഇന്നും നമ്മൾ സക്സസ് ഒരുമിച്ച് എൻജോയ് ചെയ്യുന്നു. പല കാര്യങ്ങളും പല സംഗതികളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചിലതെല്ലാം മെറ്റീരിയലൈസ് ചെയ്തിട്ടുണ്ട്. വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഇവൻറ്റ് വിങ് തുടങ്ങിയിട്ടുണ്ട്, നമ്മളിന്ന് ചെയ്യുന്ന പ്രൊഡക്ഷൻ, ഇതെല്ലാം ഈ പാർട്ണർഷിപ്പിൻ്റെ ഭാഗമാണ്. ആ പാർട്ണർഷിപ്പ് കൊണ്ട് കിട്ടിയ എനിക്ക് വെറും ഒരു പാർട്ട്നേഴ്സിനല്ല, ശരിക്കും പറഞ്ഞാൽ ബ്രദേഴ്സിനെയാണ്. ആ ബ്രദേഴ്സ് എന്നും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. എന്തായാലും ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. 15 വർഷം, അതിൽ ഒരു 13 വർഷം ഞാനൊരു ഭാഗമായിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷം. അത് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയാലും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയാലൊക്കെ വെരി ഹാപ്പി. ഈ ഒരു ലൈഫ് സ്റ്റൈലോ ഈ ഒരു മോഡ് ഓഫ് ബിസിനസ് ഒന്നും ഞാൻ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. അതിനെന്തായാലും കാരണം ലിബൻ തന്നെയാണ്. ഇമ്പി എൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരുമിച്ച് 11ാം ക്ലാസ് തൊട്ട് തുടങ്ങിയ ഒരു യാത്രയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പകുതിക്കാളും കൂടുതൽ അവൻ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും. ഇച്ചിരി മോശമാണ് ഇപ്പോൾ, കാരണം പനി പിടിച്ചിരിക്കുക. ഈ പനി മാറിയിട്ട് ചെയ്യാമെന്ന് വെച്ചിരുന്ന് ആവുന്നുമില്ല. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, അങ്ങനെ ഇമ്പിയാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഇമ്പി കൊണ്ടുവന്ന് ഇമ്പി നൈസായിട്ട് അവൻ്റെ വഴിയായിട്ട് പോയി. ഞാനിവിടെ ഇക്കയുടെ കൂടെ കുടുങ്ങി. ഇക്ക എന്നെ അമിതമായ രീതിയിൽ ചൂഷണം ചെയ്തു. അതെനിക്ക് പറയാനൊരു വേദി കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കരുത്. എന്തായാലും ബട്ട് ഐ എം വെരി ഹാപ്പി. ഞാൻ എന്താ പറയുക, ആഗ്രഹിച്ചിരുന്നെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും സംതിങ് ഐ ഡോണ്ട് റിഗ്രറ്റ് ഡൂയിങ് ഇസ് ഫ്ലൈ വീൽ. അത് എന്നും എപ്പോഴും
എൻ്റെ വീട്ടുകാർ ഇതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. കാരണം അവർക്കൊന്നൊരു നോക്കുമ്പോൾ ഇത് ഒരിക്കലും ഒരു നോർമൽ ജോലിയല്ല. അതും ആൾക്കാരോട് പറഞ്ഞാലും മനസ്സിലാവില്ല എന്താ ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഇന്നും ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നത് എന്തായാലും ഉള്ളിലുള്ളൊരു പാഷൻ ഉണ്ടതും പിന്നെ ഇക്ക കൂടെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും കൂടെ നിൽക്കുന്നു, നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടൊക്കെ. സോ ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ഓൾ ദിസ്, മൈ ലൈഫ് റൈറ്റ് നൗ ആൻഡ് എവറിത്തിങ്. ബാക്കി കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം ഒച്ച പോയിട്ടുള്ളതുകൊണ്ട്. ബാക്കി നിങ്ങൾ ഇക്ക പറയുന്നതിന് കേൾക്ക്. നന്ദു കൂടുതലൊന്നും ഞാൻ പറയണ്ടില്ല, എൻ്റെ കൂടെ കാണുന്ന ആളെ അതേപോലെ തന്നെയാണ് ഞങ്ങൾ. ശരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കാല് വാരിയിട്ടുണ്ടാവുക. പക്ഷേ നന്ദുവിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ലിബിൻ്റെ ഫ്രണ്ടായിട്ട് പാർട്ട്ണറായിട്ടാണ് വന്നിട്ട് ഞാൻ ആദ്യം നന്ദുവിനെ ഒരു അസൈൻമെൻറ്റ് ചെയ്തത് നമ്മൾ ഇവൻസിൻ്റെ സൈഡായിരുന്നു. കാരണം അവന് ഈ ഓഫ് റോഡ് ക്ലബിനും എല്ലാം പോയിട്ട് ഇവൻറ്റ്സ് നമ്മളെ സുജീൻ്റെ എല്ലാം കൂടെ പോയിട്ട് നല്ല പരിചയമുണ്ട്. അതായിരുന്നു ഞാൻ ആദ്യം ഏൽപ്പിച്ച പണി. എൻ്റെ മുമ്പ് ചെറിയ പണി ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ തമാശ ഉള്ളതുകൊണ്ടേ പറയാം. നമ്മൾ മാഗസിൻ തുടങ്ങുന്ന സമയത്ത് മാഗസിൻ്റെ സബ് എഡിറ്റർ എന്നുള്ളൊരു സ്ഥാനം കൊടുത്തു. ആളുടെ അടുത്തുള്ള കണ്ടൻറ്റൊന്നും കിട്ടില്ല, സമയത്തിന് വരില്ല. അങ്ങനെ മന്ദുവിന് വേണ്ടി കുറേ ചീത്ത കേട്ട ഒരാളുണ്ട്, യൂജിനെ കുറിച്ച് വേറെ തന്നെ പറയാൻ പറ്റും, അത് പറയാം. അങ്ങനെ തുടങ്ങി ഒരാൾ ഇന്നിപ്പം എൻ്റെ എല്ലാ വർക്കിനും സപ്പോർട്ട് ചെയ്യുന്ന ആൾ എന്ന രീതിയിൽ വളർന്നു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും അധികം എൻ്റെ കൂടെ ഉണ്ടാകുന്നതും യാത്ര ചെയ്യുന്നതും ഈവൻ ചിലപ്പോൾ എൻ്റെ ഫാമിലിനേക്കാളും കൂടെ ഉണ്ടാകുന്നത് നന്ദുവാണ്. നന്ദു എന്ന് പറയുമ്പം അനിയനെ പോലെയല്ല, അനിയൻ തന്നെയാണ്. അവൻ എന്നെ ഏട്ടനായിട്ട് കാണുന്നതും. നന്ദുവിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നന്ദു ശരിക്കും പറഞ്ഞാൽ നല്ല ക്രിയേറ്റീവ് സൈഡ് ഉള്ള ഒരാളാണ്. പക്ഷെ അതിങ്ങനെ ആലോചിച്ചെടുത്ത് വന്ന് നമ്മളതൊന്ന് ടൈം കൊടുക്കണം. ടൈം കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന പല ഇൻപുട്ടും, ഈ വീഡിയോ തന്നെയുള്ള പല ഇൻപുട്ടും നന്ദുവിൻ്റെതാണ്. അപ്പുറം അവിടെ ഇരിക്കുന്നുണ്ട് ശരിക്കും. എനിവേ നന്ദു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നുകൊണ്ട് പറയില്ല, ശരിക്കും പറഞ്ഞാൽ കുറേ കഴിവുണ്ട്, അതിങ്ങനെ പുറത്ത് കാണിക്കില്ല. ഈ പുറത്ത് കാണിക്കുന്ന നന്ദുവിന് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നന്ദുവാണ്. അത് ഈ ചിരിച്ച് കളിച്ച് തമാശയും പറഞ്ഞ് എല്ലാ ട്രോളും ഏറ്റുവാങ്ങി. അങ്ങനെ ഒരാളൊന്നുമല്ല, ആൾ നല്ല കഴിവുള്ള ആളൊരു എഞ്ചിനീയറാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ആളായിട്ട് നിങ്ങൾ കരുതരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈസ് എ വെരി ടാലൻറ്റഡ് യങ് മാൻ. സോ നന്ദു എന്നും ഈ പറഞ്ഞ പോലെ എൻ്റെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ആയിട്ട് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനുള്ളത്. ഉണ്ടാവില്ലേ? പിന്നെ ഈ വീഡിയോ ആദ്യം തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ടീം എനിക്ക് സർപ്രൈസ് ആയി തരാൻ പോയ വീഡിയോ ആണ്. അത് നമ്മളെല്ലാവരും കാണുന്ന എല്ലാവരും ടോക്ക് എടുത്തിട്ട് എനിക്ക് സർപ്രൈസ് ആയിട്ട് വീഡിയോ തരാം. അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട, നമുക്ക് ഇതൊന്നും ഒന്നുകൂടെ നമുക്ക് ഓഡിയൻസിന് കാണാവുന്നൊരു വീഡിയോ ആക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ കയറിയിരിക്കുന്നത്. അല്ല വീഡിയോയിൽ വരാനുള്ള ഭ്രാന്തുകൊണ്ട് മാത്രമല്ല കേട്ടോ. എനിവേ വീടിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നിന്ന് നമ്മുടെ ടീമിൽ അജാസും പിന്നെ നിഷാദും നെവിനെല്ലാം കുറേ പേരുടെ കോൺടാക്ട് ചെയ്യുന്നത്. അതിൽ ഉമ്മയുടെ ത്രോട്ട് ഇൻഫെക്ഷൻ കാരണം സംസാരിക്കാൻ പറ്റില്ല, ഇപ്പോഴും ശരിയായിട്ടില്ല. അപ്പം അവനെ എന്തായാലും ഈ അവസരത്തിൽ ഓർക്കാതിരിക്കാനും പറ്റില്ലല്ലോ. എന്താ വെച്ചാൽ നമ്മൾ ഈ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു പ്രശാന്തേട്ടൻ കൊണ്ടുവന്നു, ഉപ്പ സമ്മതിച്ചു, എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇന്നൊരു ബാക്ക് ബോണായിട്ട് നിൽക്കേണ്ട ഒരു കാര്യം ഒരു നല്ല സ്പോൺസറാണ്. എൻ്റെ കോളേജ് മുതലാണ് ഞാൻ ഉമ്മേനെ പരിചയമെങ്കിലും നല്ല അടുപ്പമുള്ളൊരു ഫ്രണ്ടാണ്. നമുക്കൊരു ഭയങ്കര ബ്രദർലി അടുപ്പമുണ്ട്. നമ്മൾ പല ബിസിനസ് പ്ലാനുകളും പണ്ടേ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ബിസിനസ് സംസാരിക്കാറില്ല. അവരുടെ ബിസിനസ്സിനെ പറ്റി ചോദിക്കുമെന്നല്ല, നമ്മൾ തമ്മിൽ ഇങ്ങനെ പ്ലാൻസ് ഒന്നും അധികാരം പറഞ്ഞിട്ടില്ല. അതിൽ ഒരാളായിരുന്നു ഹുമേൺ. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് എന്നും ഓട്ടോമൊബൈൽ എന്ത് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ പ്രപ്പോസൽ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് നീ എന്തായാലും ചെയ്യുമ്പം വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ആണെങ്കിൽ കോസ്റ്റ് കവർ ചെയ്യുന്ന സ്പോൺസർഷിപ്പ് ഞാൻ കേരള ടീമിൻ്റെ തരും. അതെൻ്റെ വാക്കാണ്. ബാക്കി നമുക്ക് എന്തെങ്കിലും മെച്ചം കിട്ടണമെങ്കിൽ ഞാൻ എൻ്റെ ഏജൻസിൻ്റെ സപ്പോർട്ടും തരാം. അങ്ങനെ ഉള്ളൊരു വാക്കിൻ്റെ മേലെയാണ് ഞാൻ ഫ്ലൈവീൽ തുടങ്ങുന്നത്, ഒരു ഉറപ്പ് വരുത്തിയിട്ട്. അത് എത്രത്തോളം കാലം നമ്മൾ ടി വിയിലുണ്ടോ നമുക്ക് ആ പരസ്യം ഉണ്ടായിട്ടുണ്ട്. അവർ നേരിട്ട് ഏത് ചാനലിൽ പരസ്യം കൊടുത്തത് നമുക്കുള്ള സ്ലോട്ട് ആ പരസ്യം ഉണ്ടായിട്ടുണ്ട്. അത് വലിയ സപ്പോർട്ട് തന്നെയാണ്. പിന്നീട് നമുക്കുള്ള വളർച്ചയിൽ ആ ഒരു അവസരം ഞാൻ പിന്നീട് പറയുന്നുണ്ട്. ആ വളർച്ചയിൽ ഒരു സമയത്ത് ഞാൻ പാർട്ട്നേഴ്സിനെ കൂടുമ്പം ഞാൻ ഉമ്മയോട് ഡെലിബറേറ്റ്ലി ചോദിച്ചിരുന്നില്ല പാർട്ട്ണർഷിപ്പ് വേണമെന്നുള്ളത്. കാരണം ഒരുപാട് എന്നെ സഹായിച്ച് കഴിഞ്ഞതാണ്, ഒരുപാട് ഫിനാൻഷ്യലി സഹായിച്ച് കഴിഞ്ഞതാണ്. ഇനിയും അങ്ങനെ അവനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് തോന്നി. ആ സമയത്ത് അവനോട് ചോദിച്ചു ഞാൻ പാർട്ട്ണറാവില്ലേ, എന്നെ പാർട്ട്ണറാക്കുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ അത്രയും കാലം എൻ്റെ അടുത്ത് ഇങ്ങനെല്ലാം സഹായം വാങ്ങിയിട്ടുണ്ട്, ഇനിയും നിന്നെ ഇതാക്കണമെന്ന് വെച്ചാൽ പറഞ്ഞു അത് ഞാനല്ല തീരുമാനിക്കുക, എനിക്ക് അതിൻ്റെ ഭാഗമാവണം എന്ന് പറഞ്ഞ് അങ്ങനെ പാർട്ട്ണറായതാണ് ഉമ്മയോട്. വളരെ സന്തോഷത്തോടെ വളരെ നിറഞ്ഞ മനസ്സോട് തന്നെയാണ് പാർട്ണറായത്. ഞാനന്ന് പാർട്ണറായ ശേഷം നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസും കാര്യം ചെയ്യും. പക്ഷേ ഡെയിലി ആക്ടിവിറ്റീസിനൊന്നും ഇടപെടാറില്ല. നമുക്ക് ആ ഫ്രീഡം കളഞ്ഞിട്ടില്ല. എന്ത് നമുക്ക് ചെയ്യാനുള്ള ഫ്രീഡം തന്നിട്ടുണ്ട്.
പിന്നെ നമ്മൾ ഒരുപാട് അവസരങ്ങളിൽ ഒരുമിച്ച് ഫ്ലൈവീലിൻ്റെ ഷോൻ്റെ പിന്നാമ്പുറത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. ക്യാമറ മുമ്പിൽ വരാൻ പറഞ്ഞിട്ടൊന്നും പലപ്പോൾ വന്നില്ല. എല്ലാം മിമിക്രി ആർട്ടിസ്റ്റും, മോണാക്റ്റും, നാടകവും, ഒപ്പനയും എല്ലാം കോളേജ് ചെയ്ത ആളെങ്കിലും ക്യാമറ മുമ്പിൽ വരാൻ കുറച്ച് മടിയുണ്ട്. എനിവേ ഉമ്മയുണ്ട്, നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാതെ വെക്കാൻ പറ്റില്ല. 15 വർഷം ഫ്ലൈവീലിൻ്റെ 15 വർഷം ഇതാണ് നമ്മൾ സന്തോഷത്തോടു കൂടി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷേ 22 വർഷമായിട്ട് ഹാനിക്കൻ്റെ ആരാധകനാണ് ഞാൻ. ഫ്ലൈവീൽ എന്ന് പറഞ്ഞ് നമ്മൾ ഒഫീഷ്യലായിട്ട് 22 ഇയേഴ്സ് പ്രൗഡ്ലി ആ ഫ്ലൈവീൽ ഫാമിലിയുടെ ഒരു ഭാഗമായിട്ടുള്ള മെമ്പറുമാണ് ഞാനും. വണ്ടിയെക്കുറിച്ചും അല്ലെങ്കിൽ വണ്ടീനെ ഇഷ്ടപ്പെടാൻ പഠിപ്പിച്ചു തന്നത് ഹാനിക്ക ആണ്. അല്ലെങ്കിൽ ഫ്ലൈവീലിലേക്ക് വന്ന പിന്നെയാണ് നമ്മുടെ ആ ഒരു മേഖലയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടത്. നമ്മുടെ ബ്രാൻഡ് അംബാസഡർ ഓൾവേസ് ഹാനി മുസ്തഫ. ഇക്ക ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രസ്ഥാനം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടും ഇത്രയും വൈബിലും വളർത്തിയതും വന്നതും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നതും. 15 വർഷം എന്ന് പറഞ്ഞത് ചെറിയൊരു കാലയളവല്ല. ഈ 15 വർഷക്കാലം നമ്മുടെ മീഡിയ രംഗത്ത്, ഓട്ടോമൊബൈൽ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മീഡിയ രംഗത്ത് മറ്റാർക്കും കാഴ്ചവെക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ച് നമ്മുടെ ബ്രാൻഡ് എല്ലാ രീതിയിലും ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എൻ്റയർ ടീം ബിഹൈൻഡ് ദ ഫ്ലൈവീൽ ഇതിന് എന്താ പറയുക, ഒരു ഗ്രേറ്റ് അപ്രിസിയേഷൻ അർഹതപ്പെട്ടതാണ്. എന്നാലും നമ്മുടെ ഫാൻ അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് കോർ വില്ലൻ ഓൾവേസ് ഹാനിക്ക തന്നെയാണ്. ഹാനിക്കനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഫ്ലൈവീൽ ഫാമിലിയിൽ വന്നു വിട്ടത്. പക്ഷേ ഇപ്പോൾ ആ ഫാമിലിയിലെ ഒരു പ്രൗഡ് മെമ്പറാണ് ഞാൻ. അപ്പം ഹാപ്പിയാണ് ഈ ഫാമിലിയുടെ കൂടെ ഇനിയും മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. സുജീഷാണ് പേര്. ഞാൻ സുജി എന്ന് വിളിക്കുക. സുജിനെല്ലാം ഞാൻ ഫ്ലൈവീൽ തുടങ്ങുന്ന മുമ്പ് തന്നെ നമ്മളിവിടെ പല സെയിൽസും മറ്റതുമായിട്ട് കണ്ടിട്ടെല്ലാം പരിചയമുണ്ട്. പക്ഷേ ഫ്ലൈവീൽ തുടങ്ങിയതിൻ്റെ ശേഷം, പ്രത്യേകിച്ച് ലിബിനും നന്ദുവെല്ലാം ടീമായതിൻ്റെ ശേഷമാണ് എനിക്കിവിടെ ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ കിട്ടുന്നത്. അവർ ഈ പറഞ്ഞ പോലെ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഇവൻറ്റ്സ് എല്ലാം ചെയ്യുന്ന ആൾക്കാർ. അതിൽ ചുക്കാൻ പിടിച്ചെന്ന സുജിയാണ്. നമ്മളൊരു ഓഫ് റോഡ് വിങ് ഉണ്ട്. ഓഫ് റോഡ് വിങ് നമ്മൾ പല ഇവൻറ്റ്സും ചെയ്തിട്ടുണ്ട്. ഫ്ലൈവീൽ ഓട്ടോ സപ്പോർട്ടിംഗ് ടീം, അങ്ങനെ ഒരു ഫാസ്റ്റ് എന്നായിരുന്നു നമ്മളിട്ടൊരു പേരായിരുന്നു. പിന്നെ ഫ്ലൈവീൽ ക്ലബ്ബ് എന്നുള്ള രീതിയാണ്. പക്ഷേ ഫാസ്റ്റ് തുടങ്ങാൻ തന്നെ ഞാൻ കാരണം കണ്ടത് സുജിനായിരുന്നു. കാരണം സുജി കുറേ ഇവൻറ്റ്സിൻ്റെ പ്ലാനായിട്ട് വരും, അത് ചെയ്യും, അടിപൊളിയായിട്ട് ചെയ്യും, നല്ല നല്ല ട്രാക്ക് ഇടും. നമുക്ക് ഫ്ലൈവീൽ ക്ലബ്ബ്, നമ്മൾ ഈ ഫാസ്റ്റിൻ്റെ ബേസ് ചെയ്ത് ഫ്ലൈവീൽ ക്ലബ്ബ് മഹീന്ദ്ര ക്ലബ് ചാലഞ്ചിൽ നമ്മൾ 2 പ്രാവശ്യം റണ്ണറപ്പ് ആയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ രീതിയിലും ക്ലാസ് ആയിട്ട് ചെയ്യും, ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക, അതെല്ലാം നടത്തിയതും ഇന്നിപ്പോൾ നമ്മൾ ഈ വർക്ക്ഷോപ്പ് നടത്തുന്നതെല്ലാം തന്നെ സുജിൻ്റെ ഉണ്ടല്ലോ. സുജി എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് വ്യക്തി തന്നെയാണ് നമ്മൾ ഫ്ലൈവീലിൻ്റെ ഈ ഗ്രോത്തിൽ. സുജീനെ കുറിച്ച് പറയുമ്പം സുജീനോട് എന്തെങ്കിലും പറയാം, ഓക്കെ അക്ക ഡൺക്ക ഞാൻ റെഡി, നിങ്ങൾ നോക്കണ്ട. ഈ ഒരു കോൺഫിഡൻസ് ഉള്ളൊരു വർത്താനുണ്ട്. അത് വലിയൊരു കോൺഫിഡൻസ് ബാക്കിയുള്ളവർക്കും. അപ്പോൾ പല സംഗതിയും ഇവൻറ്റ്സിൻ്റെ റിലേറ്റഡ് കാര്യങ്ങൾ ഞാൻ അറിയാറ് പോലുമില്ല. സുജിയാണ് അത് നടത്തലും സക്സസ് ആക്കലും എല്ലാം. അതിൻ്റെ ക്രെഡിറ്റുകൾ നമ്മളെല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുജി, ഈ സ്ട്രെങ്ത്ത് ഇപ്പോഴും ഉണ്ടാവണം. ആൾ മേലിനെങ്കിലും ഉള്ളതുകൊണ്ട് സ്ട്രെങ്ത് ഉണ്ടെന്ന് എനിക്കിപ്പോൾ അറിയാം. Keep it up. Hani, congratulations, Mabruk. It's great achievement, man. Great completion. Flywheel has completed 15 years, and I still remember, when you came to see me. Hani and friendship one തുടങ്ങിയത് ഒരു കാറിലാണ്. Hani came to see me somewhere back in 2007 when I had a Hummer in Dubai, and I brought it to Kerala, and he came to see me, and that's how it all started. Though he was into cars those days, I think even before that, but the video thing, the shows, അന്നേരം ഈ ഫാസ്റ്റ് ട്രാക്കും പല പ്രോഗ്രാംസും അന്ന് നാട്ടിലുണ്ട്. അപ്പോൾ this was the first Hummer in Kerala those days, yellow Hummer, which was very famous that time. And then when he came to me, I told him, because when he came to me, എന്നെ വന്ന് കണ്ടപ്പം ഹാനിക്ക് ഈ അന്നത്തെ ഹമ്മറിൻ്റെ നട്ട്സ് ആൻഡ് ബോൾട്സും എഞ്ചിൻ സ്പെസിഫിക്കേഷൻസും അതിൻ്റെ ഓരോ മെഷർമെൻറ്റ്സും എനിക്കൊന്ന് ഹാനിക്ക് അറിയുന്ന ഞാൻ എവിടെയും കേട്ടില്ല. അപ്പം ഹാനി വാസ് ദാറ്റ് ജീനിയസ്. സോ ഐ ടോൾഡ് ഹാനി, വൈ ഡോണ്ട് യു സ്റ്റാർട്ട് അപ്പ് എ ഷോ മാൻ? ഇപ്പോൾ ടി വിയിൽ വരുന്ന ഷോസൊക്കെ യു ക്യാൻ ഡു മച്ച് ബെറ്റർ. ആൻഡ് ദാറ്റ്സ് ഹൗ ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ്, ആൻഡ് ദെൻ I have supported him, and he's the best. And now that Hani, you have come this far, 15 years, great success, great achievements, world juror. So really, I'm so happy for you. It's great achievement and much more to go. So my prayers always, may Allah bless you.
ഇതുപോലെ ഗ്രേറ്റ് സക്സസ്, ഗ്രേറ്റ് അച്ചീവ്മെന്റ്. നമ്മളെപ്പോഴും കാണുമ്പോഴും ഹാനി എവിടുന്ന് എപ്പോഴും നിരന്തരം വിളിക്കും. അപ്പം എപ്പോഴും വിളിക്കുമ്പോഴും ആദ്യം കാറിന്റെ ടോക്കാണ്, പിന്നെയാണ് നമ്മുടെ സുഖങ്ങളും നമ്മളെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. ഹാപ്പി ഫോർ യു ആൻഡ് congratulations the whole Flywheel team. Thank you so much, Hani, and all blessings always. Thank you. ഷബീർ ഷഫീഖ്, ഇങ്ങനെയാണ് നമ്മൾ പണ്ടേ വിളിക്കാറ്. ഷബീർക്കയും ഷഫീഖും ബ്രദേഴ്സാണ്. ഇവർ രണ്ടുപേരും ദുബായിലായിരുന്നു. ഷബീർക്ക ഷെയ്ഖ് സായദിൻ്റെ അതായത് പഴയ പ്രസിഡൻറ്റിൻ്റെ കൂടെ ആയിരുന്നു. ഷഫീഖും പിന്നെ കൂടെ ആയിരുന്നു. അവർ ഒരുമിച്ച് ബിസിനസ് ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്ലൈവീലിൻ്റെ ഗ്രോത്തിൽ വലിയ സപ്പോർട്ടിങ് ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഷബീർക്കാണ് ഫസ്റ്റ് എൻ്റെ ഷോനെ കുറിച്ചിട്ട് ഞാൻ പുറത്തൊരാട് പറഞ്ഞപ്പം എന്നെ ഫസ്റ്റ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തതാണ്. കാരണം നമ്മൾ ഒരിക്കൽ കാണുന്നത് 2006-07 എൻ്റെ ക്ലോസ് ഫ്രണ്ട് അജുൻ്റെ ബ്രദർ നെസ്ലി, പുള്ളിയും ക്ലോസ് തന്നെ, നെസ്ലിയുടെ ഫ്രണ്ടായിട്ടായിരുന്നു ഞാൻ പരിചയപ്പെടുന്നത്. ഇന്നിപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് കാർനെറ്റ്. അന്ന് ഫസ്റ്റ് കാർനെറ്റിൽ ഒരു വണ്ടി കൊണ്ടുവന്നത് കേരളത്തിൽ പുള്ളിയായിരുന്നു, ഒരു യെല്ലോ ഹമ്മർ H3. അപ്പോൾ അതിൻ്റെ കവറേജിന് ഫാസ്റ്റ് ട്രാക്കിലാണ് ഇരുന്ന സമയമാണ്. അതിന് വേണ്ടി കോൺടാക്ട് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ടോക്ക് തന്നെ ഒരുപാട് വണ്ടികളെ ആ നിപ്പിൽ നിന്ന് സംസാരിച്ചു. അപ്പോൾ ഷബീർക്കാർ ഷഫീഖ് നെസ്ലിനുണ്ട്, ഈ പറഞ്ഞതിനേക്കാളും കൂടുതലാണല്ലോ ഇത് പ്രാന്ത്, വണ്ടിയുടെ പ്രാന്ത് എക്സ്ട്രീം ആണല്ലോ എന്ന് പറഞ്ഞു. അന്ന് തുടങ്ങിയ ബന്ധമാണ്. പിന്നീട് ഞാൻ 2009 ഈ ഷോൻ്റെ ഡിസ്കഷനിലപ്പോൾ എന്നോട് പറഞ്ഞു, നീ എന്തുകൊണ്ട് ഷോ ചെയ്തുകൂടെ, എനിക്ക് ഇത്ര അറിവുണ്ട്, നോളജ് ഉണ്ട്, പലരും കൂടെ ഷോ ചെയ്യുന്നത് വെച്ച് നോക്കണം, യു ക്യാൻ ഡു ബെറ്റർ, യു ഷുഡ് ഡു. അത് പ്രഷർ ചെയ്തു. എന്നോടൊരു കാര്യം കൂടെ പറഞ്ഞു, നീ വേൾഡ് ക്ലാസ് ഷോ ചെയ്യാൻ പറ്റും എനിക്ക്, കാരണം നീ ദുബായിൽ വന്നാൽ മതി, നിനക്ക് വണ്ടികൾ കിട്ടുന്ന കാര്യം ഞാൻ ഉറപ്പാണെന്നാണ്. സത്യം പോലെ തന്നെ അങ്ങനെ തന്നെ നടന്നത്. 2010 എൻഡിലോ 2011 തന്നെ ഞാൻ ഷോ തുടങ്ങി കുറച്ച് സക്സസ് ആയപ്പോൾ തന്നെ ദുബായിൽ പോയി. ദുബായിൽ ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഞാൻ 17 എപ്പിസോഡായിട്ടാണ് ആ ഒരു 8 ദിവസം കൊണ്ട് വന്നത്. അതിൽ ഒട്ടുമിക്ക വണ്ടിയും അവരുടെ തന്നെയായിരുന്നു. കാരണം അവർ റെൻ്റെക്കാർ ബിസിനസ് ചെയ്തു. എല്ലാം തന്നെ അങ്ങനത്തെ ഒരു യുണീക്ക് എക്സ്ക്ലൂസീവ് വണ്ടികൾ അവർ ക്ലോസ് സർക്കിളിൽ നിന്നും വന്നു. അപ്പോൾ അതിലും ഷഫീഖും ഉണ്ടായിരുന്നു, എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും, പ്രത്യേകിച്ച് ഷഫീഖിനെയും എനിക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റില്ല മാത്രമല്ല ഇതെപ്പോഴും ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാരാണ്. അതല്ലാതെ പറഞ്ഞാൽ ഒഫീഷ്യലി അല്ല എന്നുള്ളൂ. ഫ്ലൈവീലിൻ്റെ തുടക്കത്തിലുള്ള ഒരു മെയിൻ സപ്പോർട്ട് എലമെൻ്റ് ആയിരുന്നു ഇവർ. Hi, I'm Shrigant. I head Flywheel Canada. I'm a part of the bigger, larger Flywheel team that is celebrating 15 years, and that's a long time for a regional automotive publication. I'm really proud to be a part of it, and we started Flywheel Canada about 5 years ago, 2020. Of course, COVID had its implications, but later on we've grown quite well with all your support, and it really feels very good to be a part of this journey where we get to test all the new cars, motorcycles, trucks that come into the market. So that was one of the main reasons that I got into this, and I'm really proud of everybody who's been a part of it all through the years to make Flywheel what it is. And we have big dreams and we want to achieve with all of you. So join us in celebrating 15 years of Flywheel. So what makes this more fun is the kind of pranks that Hani Mustafa pulls off on all of us when we were on shoot, and that really keeps us all on our toes, try to do the best. And of course Nandu is always there to make fun of everything that he can find. He will make fun and make sure everybody is having a good time. And of course the entire team, the ones that I've known in the chronological order, Ajas, then I've known Steny, then Nevin, then Nishad, Nihal, and of course our guys, Flywheel Canada, Rolvin and Shreyank, we all make sure that we have a blast. So that is one of the best experiences of being a part of this wonderful team, I would say, and let's keep doing more. ശ്രീകാന്ത് അല്ല, ശ്രീകാന്താണ്, ഒന്ന് കറക്റ്റ് ചെയ്യിപ്പിക്കുന്ന ആളാണ്. എനിവേ, ശ്രീകാന്ത് ഈസ് അഗെയിൻ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫ്ലൈവീൽ. ശരിക്കും പറഞ്ഞാൽ ശ്രീകാന്തിനേക്കാളും മുന്നേ എനിക്ക് പരിചയമുള്ള ശ്രീകാന്ത് വൈഫാണ് വീണ. ഞാൻ ഉപവൻ എന്ന് പറഞ്ഞ റിസോർട്ട് നടത്തുമ്പോൾ മാർക്കറ്റിങ്ങിൽ ആയിട്ട് പരിചയപ്പെട്ടായിരുന്നു. പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് റീകണക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ശ്രീകാന്തിനെ പരിചയപ്പെടുന്നത്. ശ്രീകാന്ത് എന്നെ അറിയായിരുന്നു, ഷോ എല്ലാം കണ്ടിട്ട്. അങ്ങനെ ഒരു ഇവൻ്റ് ചെയ്യുന്ന ഭാഗം സംസാരിക്കുന്നതായിട്ടാണ് ശ്രീകാന്ത് ഞാനും പരിചയപ്പെടുന്നത്. ഈവൻ്റ് ഒരിക്കലും നടന്നിട്ടില്ലെങ്കിലും ശ്രീകാന്ത് നമ്മൾ ഷോയിൽ പാർട്ടായിട്ട് മാറി. അതിന് കാരണമായത് നമ്മൾ വേറെ ഫ്രണ്ട് ജംഷീദ്, നമ്മൾ അന്നത്തെ കൺസൾട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ജംഷി പറഞ്ഞായിരുന്നു നമുക്ക് കന്നഡ തുടങ്ങാൻ നല്ലൊരാളുണ്ട്. അങ്ങനെയാണ് ശ്രീകാന്ത് ട്രയൽ ചെയ്തിട്ട് കന്നഡ ഷോ തുടങ്ങുന്നത്.
അതിപ്പം നല്ല സക്സസ് ആയി. ഇപ്പോൾ 5 years ആയിട്ടുള്ള അസോസിയേഷനാണ്. പക്ഷേ ഞാൻ അതിൽ ഒരു കാര്യം കണ്ടുള്ള ശ്രീകാന്തിൻ്റെ മാർക്കറ്റിംഗ് സെയിൽസ്മാൻ സ്കില്ലാണ്. അത് കണ്ടതിന് ശേഷം നമ്മുടെ മാർക്കറ്റിംഗ് എല്ലാം ഞാൻ ശ്രീകാന്തിനെ ഏൽപ്പിച്ചു. നമ്മൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസറാണ്. അപ്പം ശ്രീകാന്ത് ഏൽപ്പിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യലി ശരിക്കും പറഞ്ഞാൽ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റി. അതിന് കാരണം ഹീ നോ ഹൗ ടു മാർക്കറ്റ്, ഹീ നോ ഹൗ ടു ഗെറ്റ് മണി. കാരണം നമ്മളെല്ലാം തന്നെ, ഞാനോ നന്ദു എല്ലാം തന്നെ, നമ്മൾ ഒരുപാട് മാർക്കറ്റിങ്ങിനെല്ലാം പോയാൽ ഫെയിൽ ആവാറുണ്ട് പല സ്ഥലത്തും. അത് നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിംഗ് കഴിവുണ്ടായിട്ട് അത് പോയുള്ളായിരുന്നു. ഞാൻ പണ്ട് ബിസിനസ് മാർക്കറ്റിംഗ് ചെയ്തിരുന്നു, ക്രിയേറ്റീവ് സൈഡിൽ വന്നപ്പം പോയത്. നന്ദു അതിൻ്റെ ആളല്ല. അപ്പോൾ അങ്ങനെ നമുക്കൊരു ബാരിയറായിട്ട് നിൽക്കുന്ന കാര്യമായിരുന്നു ആ മാർക്കറ്റിംഗ്. അത് നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റിയത് ശ്രീകാന്ത് വന്നത്. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം ഫ്ലൈവിൽ നമുക്ക് ഒരുപാട് ക്രിയേറ്റീവ് സാധനം ചെയ്യാൻ പറ്റുന്നതും ഇന്നിങ്ങനെ നിലനിൽക്കാൻ പറ്റുന്നതും ഫിനാൻഷ്യലി സൗണ്ട് ആയതുകൊണ്ടാണ്. നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഓഫീസുണ്ട്, റൺ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കവർ ചെയ്യണമെങ്കിൽ ഫിനാൻസ് വേണം. അത് നമ്മൾ മോസ്റ്റ് എത്തിക്കലി ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കഴിയുന്നതും ഒരു എത്തിക്സ് കീപ്പ് ചെയ്തിട്ട് അല്ലാതെ ഒരു കാര്യം ചെയ്യാറില്ല. റിവ്യൂ കമ്പാരിസൺ നമ്മൾ ഒരിക്കലും പെയ്ഡ് ചെയ്തിട്ടില്ല, അത് ചെയ്യൂല. ബാക്കി എല്ലാവരുടെ നമ്മൾ ഒരുപാട് ക്രിയേറ്റീവ് ചെയ്യുന്ന സ്ഥാപനമാണ്. അതിങ്ങനെ നിലനിർത്താൻ പറ്റുന്നതിൽ ഒരു ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന ഒരാളാണ് ശ്രീ. ഹായ് ഹാനി ആൻഡ് ടീം ഫ്ലൈവിൽ, കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ സഞ്ജയ്, ഹാനിയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്ന് പറയുമ്പം ഞങ്ങൾ 1 വയസ്സിൽ തുടങ്ങിയതാണ്. അതിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ തന്നെ. ഇപ്പം ഞങ്ങൾ 2 പേരും ആ ഫീൽഡിൽ തന്നെ, പക്ഷെ ഡിഫറെൻറ്റ് സ്ട്രീമിലാണെന്നുള്ളത്. ഇന്ന് ഫ്ലൈവീലിൻ്റെ 15th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് പ്രൗഡ്. കാരണം ഈ ഒരു അച്ചീവ്മെൻറ്റ് ഇതൊരു വെറും പാഷൻ മാത്രമല്ല, ഇതിൽ ഹാനിയുടെ ഒരു ക്ലിയർ വിഷൻ, ഒരു ഡെഡിക്കേഷൻ, ഒരു കമ്മിറ്റ്മെൻറ്റ്, ഇതിൻ്റെ ഒക്കെ ഒരു റിസൾട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഫാമിലി സപ്പോർട്ട്, പിന്നെ ഫ്ലൈവിൽ ടീമിൻ്റെ സപ്പോർട്ട്, അത് സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ട് തന്നെയുണ്ട്. ഫ്ലൈവീൽ പ്രോഗ്രാമിനെ പറ്റി പറയുമ്പോൾ അത് വ്യൂവേഴ്സിന് കൊടുക്കുന്ന ആ ഒരു എക്സ്പോഷർ, പിന്നെ ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ്, അതിന് വേണ്ടി എടുക്കുന്ന ആ എഫേർട്ട്, അത് ട്രൂലി കമൻറ്റബിൾ തന്നെയാണ്. അപ്പോൾ ഇതേപോലെ യുണീക്കായിട്ടുള്ള ട്രസ്റ്റബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസുമായി ഫ്ലൈവീൽ ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. സഞ്ജയ് എൻ്റെ ഫസ്റ്റ് ഫ്രണ്ടാണ്. നമ്മൾ 3 വയസ്സ് മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഇന്നും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നമ്മളെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അതും ഓട്ടോമോട്ടീവ് കണക്ഷനാണ്. ഈ 3 വയസ്സ് മുതൽ നമ്മൾ സംസാരിച്ചതും തിന്നതും ഇരുന്നതും ഉറങ്ങിയതെല്ലാം വണ്ടികളാണ്, പ്രത്യേകിച്ച് കാറുകൾ. ഞാൻ ചെറുപ്പം മുതൽ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ടെങ്കിൽ അത് സഞ്ജയൻ്റെ വീട്ടിലുള്ളൂ. എൻ്റെ കസിൻസിൻ്റെ വീട്ടിലോ അമ്മായിമാരുടെ വീട്ടിലോ ഒന്നും ഞാൻ പോയി താമസിച്ചിട്ടില്ല. പോയി താമസിക്കാൻ കാരണം വെച്ചാൽ നമ്മൾ അത്രയും കണക്റ്റഡും നമ്മളെ ടോപ്പിക്കും ഒന്നും ആയതുകൊണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിൽ ആ പ്രായത്തിനനുസരിച്ചുള്ളതിനേക്കാളും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ബ്രാൻഡ് ചെറുപ്പത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് സഞ്ജയ് ഹാനി എന്നുള്ള ഒരു കാർ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ പേര് സാൻഹാൻ ആയിരുന്നു. പിന്നെ നമ്മൾ അവൻ്റെ വീട്ടിൽ മുറ്റം ഒരുപാടുള്ളത്, നമ്മളവിടെ ഹൈവേസ് ഉണ്ടാക്കി കളിച്ചു. നമ്മളുള്ള ടോയ്സും പിന്നെ നമ്മൾ കാർഡ്ബോർഡ്, ഇപ്പോൾ കല്യാണക്കത്തെല്ലാം കിട്ടുന്ന ഇൻവൈറ്റേഷനൊക്കെ കിട്ടുന്ന കാർഡ്ബോർഡിൽ തുടങ്ങി പിന്നെ നമ്മൾ മൗണ്ടനോ വാങ്ങി കട്ട് ചെയ്തിട്ട് നമ്മൾ കാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ നമ്മൾ 2 പേരുടെയും എയിം ഓട്ടോമോട്ടീവ് ഡിസൈനർ ആവാനായിരുന്നു. അവനായി, ഞാൻ ഇങ്ങനെയായി, അങ്ങനെ പറയാം. എന്തായാലും സഞ്ജയ് ഇപ്പം സുസുക്കിൻ്റെ അഡ്വാൻസ് ഡിസൈനിൽ എക്സ്റ്റീരിയർ ഡിസൈനറാണ്. ഈ അടുത്ത് ജപ്പാൻ മൊബിലിറ്റി ഷോയിൽ ഞാൻ അവൻ ഡിസൈൻ ചെയ്ത വണ്ടിയിൽ കാണിച്ചിരുന്നു. അത് ഞാൻ ഇപ്പം ഇവിടെ പറയില്ല. പക്ഷെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചാലഞ്ച് ചെയ്യാറുണ്ട്. ചാലഞ്ച് ചെയ്തിട്ട് അവനൊന്നുണ്ടാക്കി അതിനേക്കാൾ ബെറ്റർ ഞാൻ ഉണ്ടാക്കും, ഞാൻ ഉണ്ടാക്കിയതിനെ ബെറ്റർ അവനുണ്ടാക്കും. അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ കോമ്പറ്റേറ്റീവ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നത്. അവൻ NITയിൽ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് സ്കെച്ച് അവൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മളാണ് ഇവാലുവേറ്റ് ചെയ്യാറുണ്ടായിരുന്നത്. എന്തായാലും സഞ്ജയ് ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഒരു ഡിസൈനർ ആണെങ്കിൽ ഞാൻ ഇപ്പുറം ചാലഞ്ച് ചെയ്തിട്ട് അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ 2 ചാലഞ്ചുകൾ ലൈഫിലുണ്ടായി പറയാം. അവൻ ഫസ്റ്റ് ഓട്ടോമോട്ടീവ് ഡിസൈനർ ആരാവാന്നുള്ളതും ഫസ്റ്റ് G-Wagon ആരാ എടുക്കുക എന്നുള്ളത് 2 ചാലഞ്ചുണ്ട്. 2ഉം വിൻ ആണ്. ഒന്നിൽ അവൻ വിൻ ചെയ്തു, ഒന്നിൽ ഞാൻ വിൻ ചെയ്തു. Flywheel and Hani Mustafa, you guys are celebrating 15 years. 15 years is a big milestone. A big milestone because it shows true dedication and true perseverance. 15 years means that you have always showed up every day through all the ups and downs, through all the goods and the bads and everything of that sort, but you have persevered through it no matter what.
from our very first association that we had with the Cullinan, and then through some of the most memorable times that I have had in my life, like shooting the Aerox SLT in the desert and a bunch of other cars. It's been a great association, and I think this is an association that is going to continue for many years ahead. Hani, you are like a brother to me, and I wish you all the very best, and I wish the extreme best to the Flywheel team so that they can do an amazing job for the next 15 years ahead and create a legacy that is immemorable in the Malayalam space and also in the global space. So good luck to you guys. You've had an awesome 15-year run. Here's to another 15 years that's going to be even better. കുനാൽ ഒരു ബിഗ് ബ്രദറാണോ സ്മോൾ ബ്രദറാണോ എന്ന് ചിലപ്പോൾ എനിക്ക് മനസ്സിലാവില്ല. എന്തായാലും ഒരു ബ്രദറാണ്, ബ്രദർലി ഫ്രണ്ട്ഷിപ്പ് നമുക്കുണ്ട്. കുനാൽ ഞാൻ പരിചയപ്പെടുന്ന ഒരു പ്രൊഫഷണൽ പരിചയമാണ്. നമ്മൾ വേറൊരു ഫ്രണ്ട് ത്രൂ അവൻ അന്ന് അവിടെ ഒരു ഓട്ടോമോട്ടീവ് ഫോട്ടോഗ്രാഫർ ഒരു പബ്ലിക്കേഷൻ്റെ ഭാഗമായിട്ടിരുന്നത്. പക്ഷെ അവനത് പെട്ടെന്ന് വിട്ടിട്ട് പിന്നെ ഞാൻ കാണുന്ന അവനെ ഒരു ബ്രാൻഡിൻ്റെ ഫോട്ടോഗ്രാഫീൻ്റെ ഭാഗമായിട്ടാണ്. ഏതൊരു ഇവൻറ്റിൽ എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നെങ്കിൽ ടാറ്റ അല്ലെങ്കിൽ ഫോക്സ് വാഗൻ ഇവൻറ്റിലാണ് പിന്നെ നമ്മൾ കാണുന്നത്. അപ്പോഴൊക്കെ അവനെ ഓട്ടോമോട്ടീവ് ഫോട്ടോഗ്രാഫീനെ നെക്സ്റ്റ് ലെവലിൽ കന്ന് കൊണ്ടുപോയി. ഇന്നിപ്പോൾ വേൾഡ് റിനോർഡായിട്ടുള്ള ഒരു ഓട്ടോമോട്ടീവ് കണ്ടൻറ്റ് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ക്രിയേറ്റർ എന്ന് പറയാം, വെറും ഫോട്ടോഗ്രാഫർ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് പല ബ്രാൻഡിൻ്റെയും ഗ്ലോബൽ പല ക്രിയേറ്റീവ്സും ചെയ്തിട്ടുള്ള കുനാലാണ്. അത് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, CGIs ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇന്ന് പല ഇന്ത്യൻ ബ്രാൻഡിൻ്റെയും മെയിൻ നമ്മൾ പല ഹോർഡിങ്ങിലും കാണുന്ന ഫോട്ടോസും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കുനാലാണ്. കുനാലിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പലപ്പോഴും നമ്മൾ അഹങ്കരിക്കുന്ന ഒരു കാര്യമാണ് മീഡിയ ആയതുകൊണ്ട് പലരും കാണുന്ന വണ്ടി നമ്മൾ മുമ്പേ കാണും. അതിൻ്റെ മുന്നേ കാണുന്ന ഒരാളാണ് കുനാൽ. കാരണം പ്രൊഡക്ഷൻ ടൈമിൽ തന്നെ കാണും, ചിലപ്പോൾ അതിൻ്റെ CGI ആയിട്ട് ചെയ്യും. അതവിടെ നിൽക്കട്ടെ. ഞാനും കുനാലും തമ്മിലുള്ള നല്ലൊരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 വർക്കിൽ അസോസിയേറ്റ് ചെയ്തപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ മനസ്സിലായത്. അതിൽ ഫസ്റ്റ് വർക്ക് റോൾസ് റോയ്സിൻ്റെ കളിൻ്റെ ബ്ലാക്ക് ബാഡ്ജ് ആയിരുന്നു. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ എനിക്ക് കിട്ടിയപ്പം കുനാൽ വന്നു. അവനൊരു ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഞാനവിടെ ഷെയർ ചെയ്യാം. എന്തായാലും ആ ഫോട്ടോ എടുക്കുമ്പോൾ ആ വണ്ടിൻ്റെ ഉള്ളിൽ ഞാനുണ്ട്. ഒരു ഫോട്ടോ എടുക്കാൻ അവൻ 32 ക്ലിക്കാണ് ചെയ്ത്. ഇങ്ങനെ കുറച്ച് ഫോട്ടോ എടുക്കുമ്പോൾ രാത്രി 2 മണിക്ക് നമ്മൾ മറ്റേ മൈതാനിലുള്ള റെയിൻബോ ബ്രിഡ്ജിൻ്റെ വല്ല പോയി ഞാൻ പറഞ്ഞു ഞാൻ വണ്ടിയിലിരുന്ന് ഉറങ്ങിക്കോളാം, നീ പറയുമ്പോൾ വണ്ടിയിൽ മാറ്റി വെച്ചുതരാമെന്ന് പറഞ്ഞാൽ 4:30 മണി വരെ ഷൂട്ട് ചെയ്തു. അതിൻ്റെ ഔട്ട്പുട്ട് 4-5 ഫോട്ടോ ആണെങ്കിൽ അത് ഇന്ന് റോൾസ് റോയ്സ് റെക്കഗ്നൈസ് ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഫോട്ടോസ്. അതിന് പുറമെ എൻ്റെയും ഏറ്റവും ബെസ്റ്റ് വർക്കിലൊന്നായിട്ടുള്ള അല്ലെങ്കിൽ ഞാനെപ്പോഴും ഏറ്റവും പ്രൗഡായി കാണുന്ന ഒരു റിവ്യൂ വർക്കുള്ളത് ആറോക്സ് SLT എന്നുള്ള ട്രക്കിൻ്റെ റിവ്യൂ. അത് നമ്മൾ ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി 5-6 കൊല്ലം വെയിറ്റ് ചെയ്ത് കിട്ടിയ സമയത്ത് തന്നെ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിട്ടിയ സമയത്ത് കുനാലിനോട് ഞാൻ ചോദിച്ചത്. അവനെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒഫീഷ്യലി ഒരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ വീഡിയോഗ്രാഫറായിട്ട് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും എക്സ്പെൻസീവ് ആണ്. പക്ഷേ നമ്മൾ അസോസിയേറ്റ് ചെയ്താൽ പലതും ചെയ്യാം. ആ ചെയ്ത വർക്ക് ഇന്നും ഔട്ട്സ്റ്റാൻഡിങ് ജോബാണ്, ആരും ചെയ്യാത്ത ഒരു വർക്കാണ്. അത് ചെയ്ത് നമ്മൾ ഒരുമിച്ചായിരുന്നു. പിന്നെ എനിക്ക് നല്ല ഫ്ലൈ വീലിന് തന്നെ വലിയൊരു ബ്രേക്ക് ഉണ്ടായത് നമ്മൾ മാരുതിൻ്റെ ഓണം ആഡ്, കമേഴ്ഷ്യൽ ആഡ്, TV ആഡ് ചെയ്തതാണ്. അത് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടാലാണ്. അവനുള്ള ധൈര്യത്തിലാണ് ഞാനത് ഏറ്റെടുത്തതും. അപ്പോൾ ഇതൊരു ഫ്രണ്ട്ഷിപ്പും ബ്രദർഹുഡാണ്. ഐ അഡ്മയർ ഇറ്റ്, ഐ ചെറിഷ് ദാറ്റ്, ആൻഡ് ഇൻഷാല്ലാ ഐ വിൽ ഓൾവേസ് റിമെയിൻ ലൈക്ക് ദാറ്റ്. 15 years ഓഫ് ഫ്ലൈ വീൽ. എനിക്കിപ്പോഴും ഫ്ലൈ വീൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയം എനിക്ക് ഓർമ്മയുണ്ട്. ഹാനിയും പ്രശാന്തേട്ടനും കൂടി ആ TV ഷോ ചെയ്തിരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും മീഡിയ ഇവൻറ്റ്സിലൊക്കെ കാണാറുണ്ട്. അതുപോലെ ഫ്യൂച്ചർ ഐഡിയാസൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്, ഇനി എന്താണ് ചെയ്യുന്നതെന്നൊക്കെ. അന്ന് ഞാൻ മാഗസിൻ സ്റ്റാർട്ട് ചെയ്ത സെയിം ടൈമൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേർക്കും 2 ഫീൽഡും, ബട്ട് വി വർ സ്റ്റിൽ വെരി ക്ലോസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് അന്ന് കാണുന്ന ആ ഒരു TV ഷോയിൽ നിന്ന് അത് പിന്നീടൊരു മാഗസിനായി, പിന്നീട് ഒരു വെബ് മീഡിയ ആയി, അത് കഴിഞ്ഞിട്ടൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി, യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല പ്രസൻസ് ഉള്ളൊരു ഇന്ന് കാണുന്ന ആ ഒരു കമ്പനിയായി മാറി. അതിനുപരി പ്രൊഡക്ഷൻ ഹൗസായി മാറി. കുറേ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ആഡ്സ് ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് അത്രയും വലിയൊരു ഇതായിട്ട് അത് വളർത്തിയെടുത്തു. ഹാനിയുടെ കൂടെയുള്ള ആ ടീമും എൻ്റയർലി, നന്ദു, അജാസ്, പ്രശാന്തേട്ടൻ, നിഷാദ്, നെവിൻ, ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അഭിമാനമാണ്. കാരണം ഫ്ലൈവീലിൻ്റെ ഓരോ ബേബി സ്റ്റെപ്സിലും ഇവരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് വളരെയധികം ഉണ്ടായിരുന്നു. പ്രത്യക്ഷത്തിലല്ലെങ്കിലും ഫ്ലൈവീലിൽ ഞാനും പല കാര്യങ്ങളിലും ഒന്നിച്ച് സഹകരിച്ചൊക്കെ പോയിട്ടുണ്ട്. ചെറിയൊരു പാർട്ടായിട്ടൊക്കെ നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെയധികം നന്ദിയുണ്ട്. ഇനിയും ഫ്ലൈവീൽ വളരെയധികം ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഒരു 15 വർഷം എന്നുള്ളൊരു സെലിബ്രേഷൻ്റെ ഭാഗമാവാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. വിവേക്, നിങ്ങളുടെ വിവേക് ജി. ഞാൻ വിവേക് ജി എന്ന് പറയാത്ത കാരണം എനിക്ക് വിവേക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ശീലമായിപ്പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് അത് കുറേ കൂടെ അടുപ്പം തോന്നും. നമ്മൾ ഫ്രണ്ട്സിനെല്ലാം നമ്മൾ പേരോടെ വിളിക്കാം.
എന്തായാലും വിവേക് ഞാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഈ ഫ്ലൈ വീലോളം അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി മുമ്പ് തുടങ്ങിയതാണ്. നമ്മൾ ടീം BHPNs ആയിട്ടാണ് ഫസ്റ്റ് പരിചയപ്പെടുന്നതാണ് എൻ്റെ ഓർമ്മ. അന്ന് വിവേക് ഇന്ത്യൻ എക്സ്പ്രസ്സിലാണെന്ന് തോന്നുന്നു കോൺട്രിബ്യൂട്ടറിന്, ഞാൻ ഫ്രീലാൻസ് ആയിട്ട് അന്ന് ഫാസ്റ്റ് ട്രാക്കിലെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടൈമാണ്. നമ്മൾ കൂടുതൽ അടുക്കുന്ന ടീം BHP സർക്കിളിലാണ്. നമ്മളെ പാഷൻ കുറേ കൂടെ കണക്റ്റഡ് ആയിരുന്നു. നമ്മൾ രണ്ടുപേരും പുതിയ വണ്ടികളെ കുറിച്ച് അറിയാനും മിനിയേച്ചർ കളക്ഷൻസും, വിവേകിന് ചില പെക്യുലർ ആയിട്ടുള്ള ഏരിയാസ് അന്ന് തന്നെ ഉണ്ട്, മോഡിഫിക്കേഷനും അങ്ങനത്തെ കാര്യങ്ങൾ, എഞ്ചിനീയറിങ്ങും. എനിക്ക് പെക്യുലർ ഏരിയ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്തിട്ടും അഡ്മയർ ചെയ്തിട്ടും ആണ് നമ്മൾ വളർന്നിട്ടുള്ളത്. കാരണം ടീം BHP പറഞ്ഞാൽ വലിയ ഫോറാണ്, ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആയിരുന്നു. കുറേ കൂടിയും നമുക്ക് കണക്ട് ചെയ്യുന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. വിവേകിന് ഒരു പെക്യുലർ പേഴ്സണാലിറ്റി ഉണ്ട്, എനിക്ക് എൻ്റെ പെക്യുലർ പേഴ്സണാലിറ്റി. ഇത് രണ്ടും നമുക്ക് ജെല്ല് ചെയ്ത് പോയതുകൊണ്ടാണ് ഈ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ നിൽക്കുന്നത്. അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഒരുമിച്ച് സഹകരിച്ചിട്ടുണ്ട്. വിവേക് എനിക്ക് സപ്പോർട്ടായിരുന്നു. ഞാൻ പല ടെക്നിക്കൽ ഡൗട്ടും ഇപ്പോഴും ചോദിക്കാറുള്ള വിവേകിൻ്റെ അടുത്താണ്. അതെനിക്ക് മറിയില്ല പറയാൻ, കാരണം ഞാൻ എൻജിനീയർ അല്ല, ഞാൻ പഠിച്ച സെൽഫ് എക്വയർഡ് ആയിട്ടുള്ള നോളജ് എനിക്ക്. വിവേക് ടെക്നിക്കലി സൗണ്ടായിട്ട് അതിന് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഡിസ്കസ് ചെയ്യാനും പറ്റുന്ന ഒരു ഫ്രണ്ട്. അത് അങ്ങനെ ചോദിച്ചെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ വില കുറച്ച് കാണാറുമില്ല. അപ്പോൾ അതും വലിയൊരു ഫാക്ടറാണ്. പിന്നെ അതിന് പുറമെ നമ്മൾ റീസെൻ്റ്ലി വീഡിയോ എല്ലാം ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പ്രൊജക്റ്റ് ഒരുമിച്ച് ചെയ്യുന്നു. നമ്മൾ ഇവൻറ്റ്സ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡ്രൈവർ ട്രെയിനിങ് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഈസ് ഓൾസോ ഗുഡ് ഡ്രൈവർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ കുറേ ആൾക്കാർക്ക് പഠിപ്പിക്കാനുള്ള ഒരു നല്ല ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള ഒരു ഐഡിയാസും കാര്യം തോന്നുന്നു. ഇതിനെല്ലാം പുറമെ നമ്മൾ ഫാമിലിയായിട്ടും എല്ലാം കണക്റ്റഡാണ്. അതുകൊണ്ട് ആ ഒരു ബോണ്ടിങ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽക്കാർ ഏറെ ഒരു പേഴ്സണലായിട്ട് മാറി. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് ഈ ഫ്രണ്ട്ഷിപ്പിനുണ്ട്, അതെന്നും നിലനിൽക്കും എന്നുള്ളതാണ്. ഇത് പ്രത്യേകിച്ച് ഒന്നും കൂടെ പറയാനുള്ള ഫ്ലൈവീലിൻ്റെ ഗ്രോത്തിൽ വിവേകിൻ്റെ പങ്കും ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ്. ഇൻട്രപ്ഷൻ ഞാൻ ഇങ്ങനെ വരാൻ കാരണം ഈ വീഡിയോൻ്റെ ഫസ്റ്റ് കട്ട് എഡിറ്റ് കഴിഞ്ഞ് കണ്ടപ്പോൾ കുറച്ച് ആൾക്കാർ മിസ് ചെയ്തിട്ടുണ്ട് മെൻഷൻ ചെയ്യാൻ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞവർ എൻ്റെ ടീം എനിക്ക് സർപ്രൈസ് ആയിട്ട് ചെയ്ത വീഡിയോ ആണത്. അപ്പോൾ അതിൽ ഞാനൊരു റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യും. അതിൻ്റെ ഫസ്റ്റ് കട്ട് ഞാൻ കണ്ടപ്പോഴാണ് കുറച്ച് ആൾക്കാർ മിസ്സായത് കണ്ടിട്ടുള്ളത്. ചെന്നൈയിലെ വേറെ ഫംഗ്ഷൻ വന്നപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എന്തായാലും അവരൊന്നും എനിക്ക് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതിൽ കുറച്ച് ആൾക്കാരുണ്ട്. തുടക്കത്തിൽ സൂര്യ TV നമ്മൾ ഷോ തുടങ്ങി. അതിന് കാരണമായിട്ടുള്ള 2 ആൾക്കാർ, ഒന്ന് വിജയ് ബാബുവും പ്രകാശ് മേനോനാണ്. നമ്മുടെ ഇന്നത്തെ നടനും പ്രൊഡ്യൂസറിലായിട്ടുള്ള വിജയ് ബാബു അന്ന് ആക്ച്വലി സൂര്യ TVൻ്റെ ചാനൽ ഹെഡായിരുന്നു. അപ്പോൾ ഒരു യങ് പ്രോഗ്രാം വേണം എന്നുള്ളതിലാണ് ഫ്ലൈവീൽ അതിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിന് കാരണമായത് പ്രകാശ് മേനോനാണ്. പ്രകാശ് ഏട്ടന് അന്ന് ഏഷ്യനെറ്റിൽ നിന്നും സ്റ്റാർ ഗ്രൂപ്പിൽ നിന്ന് മാറി സൂര്യയിൽ വന്നപ്പോഴാണ് ഈ പ്രൊപ്പോസൽ അങ്ങോട്ട് എടുക്കാൻ പറഞ്ഞത്. നമ്മൾ ആദ്യം ശരിക്കും ഏഷ്യനെറ്റ് പ്ലസ്സിലായിരുന്നു പ്രൊപ്പോസൽ കൊടുത്തിരുന്നത്. അതിന് മുമ്പെല്ലാം പറഞ്ഞിട്ട് വേറെ പല ഡിലേ കാരണം പ്രോഗ്രാം വരാതെ വന്നപ്പോഴാണ് ഇങ്ങോട്ടേക്ക് ഈ പ്രൊപ്പോസൽ വരുന്നതും സൂര്യ TVയിൽ ഷോ ഓപ്പൺ ആവുന്നതും. അപ്പോൾ അവരുടെ എന്തായാലും മെൻഷൻ ചെയ്യണം. താങ്ക് യു സോ മച്ച്. പിന്നീട് നമ്മൾ സ്റ്റാർ ഗ്രൂപ്പിൽ തന്നെ വന്നു, ഏഷ്യനെറ്റിലേക്ക് തന്നെ തിരിച്ചു വന്നു. അതിൽ കാരണമായിട്ടുള്ള കൃഷ്ണകുമാർ എന്ന പ്രശാന്തൻ്റെ ഫ്രണ്ടായിരുന്നു. പക്ഷേ അവിടെ ചാനലിൽ 2 പേരും എനിക്ക് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഒന്ന് രഘു സാറും ദിലീപ് സാറും. രഘുവേട്ടന് ആക്ച്വലി അന്നത്തെ മാർക്കറ്റിംഗ് ഹെഡാണ്, പിന്നെ ദിലീപ് സാർ പ്രോഗ്രാം ഹെഡായിരുന്നു. ഇവർ രണ്ടുപേരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ പ്രോഗ്രാം ഒന്നും കൂടെ സ്കെയിലപ്പ് ആയത് സൗത്തിലെ എല്ലാ ചാനലിലും. ആക്ച്വലി നമ്മൾ ഏഷ്യൻ പ്ലസ് മാത്രം വിചാരിച്ച് പോയെങ്കിലും സൗത്തിലെ സ്റ്റാർ വിജയ്, സുവർണ, അതേപോലെ തന്നെ ഹോട്ട്സ്റ്റാർ, ഇതിൽ 3ലും അഡീഷണലി വന്നിട്ടാണ് നമ്മൾ റീലോഞ്ച് ചെയ്തത്. അതിന് കാരണമായിട്ടുള്ള ഈ 2 വ്യക്തികളും, പിന്നെ അതേപോലെ തന്നെ സ്റ്റാർ വിജയിലെ ബാലി, ഇവരെനിക്ക് മെൻഷൻ ചെയ്തേക്കാൻ പറ്റില്ല. ബാലിയും വിജയിലെല്ലാം തന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മൾ ഇംഗ്ലീഷിലായിരുന്നു ഷോ ചെയ്തത്. തമിഴ് ഓഡിയൻസിൽ അത് ഭയങ്കര ബ്രേക്ക് ത്രൂ ആയിരുന്നു. അന്ന് അങ്ങനെ ആൾക്കാർ തമിഴില്ലാത്ത ഷോ ഒന്നും ചെയ്യാറില്ല അതിൽ. അങ്ങനെ അതും ചെയ്തു. ഹോട്ട്സ്റ്റാറിൽ ആദ്യമായിട്ടും ഇന്നും ഒരു ഓട്ടോ പ്രോഗ്രാം ഉള്ളത് ഫ്ലൈവിലായി നോക്കിയാൽ കാണാം. ഫ്ലൈവിലും പിന്നെ ഫ്ലൈവിൽ ഓട്ടോഗ്രാഫ്. പിന്നുള്ളത് എൻ്റെ ഒരു നെയ്ബറും അനിയനും വളരെ അടുത്ത സുഹൃത്തും എല്ലാം ആയിട്ടുള്ള സാഗറാണ്. സാഗർ ഭരദ്വാജ്. നമ്മൾ ഷോ തുടങ്ങിയ ഫസ്റ്റ് ഫോർമാറ്റിൽ എൻ്റെ കൂടെ ഹോസ്റ്റ് ചെയ്തിരുന്ന സാഗർ TV ഹോസ്റ്റൊന്നും ആയിരുന്നില്ല. അന്ന് അവനെ 10th പഠിക്കുന്ന സമയത്താണ് എൻ്റെ കൂടെ ഹോസ്റ്റ് ചെയ്തത്. സാഗർ ഒരു ബ്രില്യൻ മാനാണ്. ഇപ്പം മാൻ എന്ന് പറയാം, പണ്ടൊരു ബോയ് തന്നെയാണ് പറയല്. അവന് നമ്മുടെ നെയ്ബറാണ്, ഫ്ലാറ്റിന് തൊട്ട് താഴെയുള്ള ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അന്ന് തന്നെ നല്ല സ്റ്റുഡിയോസ് ആയിരുന്നു. സ്റ്റുഡിയോസ് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് പഠിക്കുന്ന ടൈപ്പല്ല. മമ്മൂട്ടിൻ്റെ വലിയ ഫാനാണ്. എക്സാമിൻ്റെ തലേന്നെല്ലാം മമ്മൂട്ടിൻ്റെ സിനിമ ഇറങ്ങിയാലും പോയി കണ്ടിട്ട് ടോപ്പ് സ്കോർ ചെയ്ത് വരും. അങ്ങനെ സാമൂഹ്യ സ്കൂളിൽ പഠിച്ചു. പിന്നെ എഞ്ചിനീയറിംഗ് പോയിട്ട് ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. അതിൻ്റെ ശേഷം PGക്ക് പോയിട്ടും ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. IIScയിൽ പഠിച്ചിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, പഴയ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൽ ഫിസിക്സിൽ ഏറ്റവും ബെസ്റ്റ് പേപ്പർ ഇവൻ്റെതായിട്ട് US ഫിസിക്സ് ഒരു ബോഡി അവനെ പേപ്പർ പ്രസൻറ്റ് ചെയ്യാനൊക്കെ വിളിച്ചിട്ടുണ്ട്. അവിടെയും ഗോൾഡ് മെഡലിസ്റ്റാണ്. ഇപ്പോൾ സാംസങ്ങിൽ R&Dയിൽ വർക്ക് ചെയ്യുക, അതും കാറിൻ്റെ ബാറ്ററി ഡെവലപ്പ് ചെയ്യുന്ന R&Dയിൽ.
അപ്പോൾ സാഗറിനെ മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അപ്പുവാണ്. അപ്പോൾ കുണാലിൻ്റെ റൈറ്റ് ഹാൻഡ്. നമ്മൾ കുണാലിൻ്റെ കൂടെ അല്ലാതെ ഞാൻ കുറേ ഷൂട്ട് ചെയ്യുന്ന അപ്പുവിൻ്റെ കൂടെ. ഞാൻ പലപ്പോഴും ദുബായും മറ്റേ ബോംബെ ഡൽഹിയിലെല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളാളെ കൊണ്ടുപോയില്ലെങ്കിൽ അപ്പുവിനെ വെച്ച് ഷൂട്ട് ചെയ്യുക. നല്ല ഫ്രെയിംസും നല്ല അടിപൊളി ഫോട്ടോസും എല്ലാം എടുക്കും. അപ്പം നമ്മളൊരു പാട്ട് തന്നെയാണ്, അപ്പോൾ അപ്പുവിനെ മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നുള്ളത് 2 സുഹൈലുമാരാണ്. നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റ് തുടങ്ങിയത് കൻവാത്ത് മീഡിയ എന്നിട്ടുള്ള UAE ബേസ്ഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ഈസ്റ്റേൺ ഫേമിലാണ്, മീഡിയ സിറ്റിയിലെ കമ്പനി. അവിടെ എന്നെ കണക്ട് ആയത് സുഹൈലാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ അങ്കിളും കൂടിയാണ്. അങ്കിൾ എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ടല്ല കേട്ടോ, ഞാനും സുഹൈലും ഒരു പ്രായക്കാരനാണ്, പക്ഷേ സ്ഥാനം കൊണ്ടുള്ള അങ്കിളാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഗസലിൻ്റെ അമ്മാവനായിട്ട് വരും. സുഹൈൽ എന്നെ കണക്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഗസൽ പറഞ്ഞു എൻ്റെ ഫ്രണ്ടാണ്, നമ്പർ കൊടുക്കുന്നു, വിളിക്കുന്നു. ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മിഡിൽ തുടങ്ങാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്ന് നമ്മൾ കൻവാത്തിനെ ബേസ് ചെയ്തിട്ട് കൻവാത്തിനോട് സഹകരിച്ചിട്ട് നമ്മളിപ്പം മിഡിൽ ഈസ്റ്റ് തുടങ്ങിയിരിക്കുന്നത്. നല്ല സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ നമ്മൾ ഫ്ലൈവീൽ മലയാളത്തിനും എല്ലാത്തിനും സപ്പോർട്ടുണ്ട്. കാരണം അവിടെ ആ ബാക്ക് എൻഡാണ് ഇപ്പോൾ നമ്മളെ അൽഗോരിതങ്ങൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. സോ അവരാ ടീമും എല്ലാം തന്നെ കൻവാത്ത് മീഡിയം ഭയങ്കര സപ്പോർട്ടീവാണ്. മറ്റു സുഹൈൽ നമ്മൾ കുറച്ച് കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു എഡിറ്ററുമാണ്, അവനെ മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സുഹൈലിനും നമ്മൾ മെൻഷൻ ചെയ്യാണ്. ഫൈനലി എൻ്റെ ബ്രദറിൻലോ, കസിൻ ബ്രദറാണ് വൈഫിൻ്റെ ആഷിഖാണ് എൻ്റെ റൈറ്റ് ഹാൻഡ് ഇൻ ദുബായ്. എല്ലാ കാര്യത്തിനും എപ്പോഴും ഉണ്ടാകുന്ന ആളാണ്. ഇനി ഞാൻ ഓൾറെഡി എടുത്ത വീഡിയോ കാണാം, എൻജോയ്. 15 years ഓഫ് ഫ്ലൈവീൽ, 15 years ഓഫ് കമ്മിറ്റ്മെൻറ്റ് പറഞ്ഞായിരിക്കും കൂടുതൽ ശരി. കാരണം ചെറുപ്പം മുതലേ തുടങ്ങിയ ഒരു പാഷൻ ഓട്ടോ ഷോ ആയി, അത് 15th year എത്തി നിൽക്കുന്നു. 15th year എത്തി നിൽക്കുമ്പോൾ അത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഷോ ആയി നിൽക്കുന്നു. അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഓട്ടോ ജേർണലിസ്റ്റായി ഹാനിന്ന് നിൽക്കുന്നു. ഹൈക്കോടതിയുടെയും WCOTയുടെയും ജൂറി മെമ്പറായി. കാരണം നമ്മളുടെയൊക്കെ ഇടയിലെ എന്താ പറയുക, സെലിബ്രിറ്റി ഹാനിയായി നിൽക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ആസ് എ ബ്രദർ, ആസ് എ ഫ്രണ്ട്, നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് കാലത്തെ ഫ്രണ്ട്ഷിപ്പാണ്. നമ്മളും ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രൊജക്ട്സ് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാനിക്ക് അതിനോടുള്ള കമ്മിറ്റ്മെൻറ്റും പാഷനും എന്താ പറയുക, നമ്മുടെ ഒട്ടും ഗുരുവാണ് പുള്ളി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഹാനിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാനി ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്. താങ്ക് യു. തൻവീർക്ക എന്ന് വിളിക്കുന്നത് ബുക്സിലുള്ള ഏജ് ഉണ്ട്. കാണുമ്പോൾ എന്നെക്കാളും ചെറുപ്പക്കാരനെ തോന്നും. മൂപ്പർക്ക് ചിലപ്പോൾ താല്പര്യമുണ്ട് തൻവീർക്ക് കളിക്കാൻ. എന്തായാലും നമ്മൾ കുറേ വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. തജ്മൽ മൂപ്പർ അനിയനും ഞാനാണ് സെയിം ഏജ് ഗ്രൂപ്പെങ്കിലും ഞാനും തൻവീർക്കയും കുറേ കൂടെ കണക്റ്റഡ് ആണ്. നമ്മൾ കുറച്ചുകൂടി യാത്രകളും ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. തൻവീർക്ക് ഞാനും പരിചയം ഉണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് ഒരു ബിസിനസ് ടോക്ക് ചെയ്യുന്നത് ഒരു ഏകദേശം നമ്മൾ ഫ്ലൈവിൽ തുടങ്ങുന്ന മുന്നേ ആയിരുന്നു. ഒരു മാഗസിൻ തുടങ്ങുന്ന കാര്യമായിരുന്നു. പക്ഷേ അത് മെറ്റീരിയൽസ് ആയില്ല, പല കാരണങ്ങളെ കൊണ്ടും മെറ്റീരിയൽസ് ആയില്ല. നല്ല ടേംസില്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ ആ ഷോ തുടങ്ങി കഴിഞ്ഞപ്പോൾ മൂപ്പർ പറഞ്ഞു നമ്മളും ഷോ തുടങ്ങാൻ നിൽക്കുകയായിരുന്നടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്താ നമുക്ക് എങ്ങനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഓർക്കുന്നു പറഞ്ഞു. അത് ഉടനെ ഒന്നുമില്ലെങ്കിലും പിന്നീട് നമുക്കൊരു അവസരം വന്നപ്പോൾ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് തുടങ്ങിയാണ്. ഇന്നും നമ്മൾ അസോസിയേറ്റഡാണ്. കാരണം BMGയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ക്രിയേറ്റീവ് സൈഡ് ഭയങ്കര സ്ട്രോങ് ആണ്. BM ഗഫൂർ എന്ന് പറഞ്ഞ കാർട്ടൂണിസ്റ്റിൻ്റെ മക്കളാണ് ഇവർ. ആ പുള്ളിക്ക് ഉണ്ടായിരുന്ന അപ്പോൾ നർമ്മവും ആ ക്രിയേറ്റിവിറ്റിയും ഇന്ന് ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് വർക്ക് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എല്ലാം തന്നെ നമ്മൾ അസോസിയേറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഓട്ടോഗ്രാഫ് എന്ന സീരീസ്, അത് സിനിമാറ്റിക്കായിട്ട് ഏഷ്യനെറ്റിൽ വന്നിരുന്ന സീരീസാണ്. അത് ഒരുമിച്ചായിരുന്നു ചെയ്ത്. പല ഓട്ടോ മൂവീസ് ചെയ്തു. ഇന്നും നമ്മൾ ചെയ്യുന്ന പല ക്രിയേറ്റീവ് കണ്ടൻസും PMG ആയിട്ട് അസോസിയേറ്റ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റണം PMG ഫ്ലൈവീൽ അസോസിയേറ്റിനുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ ഞാൻ തൻവീറും തമ്മിൽ കുറച്ചുകൂടി ബ്രദർലി അടുപ്പുണ്ട്, കുറച്ചുകൂടി അടുത്ത ഫ്രണ്ടിൻ്റെ അടുപ്പുണ്ട്. നമുക്ക് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. എൻ്റെത് ഫ്ലൈവീലിന് റിലേറ്റഡ് അല്ലെങ്കിലും പുള്ളിയുടെ BMG അല്ലെങ്കിലും നമ്മൾ പല കാര്യം ഡിസ്കസ് ചെയ്യും. ഇതിൽ ചിലതെല്ലാം മെറ്റീരിയലൈസ് വരും. ചിലപ്പോൾ എനിക്കായിരിക്കില്ല ബെനിഫിറ്റ്, മുന്നിൽ പുള്ളിക്കായിരിക്കും. ചിലപ്പോൾ പുള്ളിക്കായിരിക്കില്ല, എനിക്കായിരിക്കും ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ നമ്മളത് മ്യൂച്വലി ബെനിഫിഷ്യലായിട്ട് കണ്ടിട്ട് പോയിട്ടുള്ളത് ഇതുവരെ. എന്തായാലും അസോസിയേഷൻ തുടരണം എന്നുള്ളതാണ്. എല്ലാ സപ്പോർട്ടിനും താങ്ക്സ്. ഹായ്, ഞാൻ തലത്ത് ഫ്ലൈവീലായിട്ട് ഒരുപാട് വർഷത്തെ അസോസിയേഷൻ ഉണ്ട് നമുക്ക്. ഞാൻ ഷോ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഭാഗമാണ് ആക്ച്വലി ഫ്ലൈവീലായിട്ടുള്ള അസോസിയേഷൻ പറയുമ്പോൾ എനിക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ഹാനിക്ക എന്നൊരു ക്യാരക്ടറാണ്. കാരണം ഹാനിക്ക എനിക്കൊരു ബ്രദർ പോലുള്ളൊരു സ്ഥാനത്തുള്ള ആളാണ്. നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് അഡ്വൈസ് ടിപ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാക്കൻ്റെ സ്ഥാനമാണ് ഹാനിക്ക എപ്പോഴും. പിന്നെ ഫ്ലൈവീൽ ഇപ്പോൾ 15 years ആയി. അപ്പോൾ അതിൻ്റെ ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് വിഷിംഗ് ഓൾ ദ സക്സസ് ഇൻ ദ ഫ്യൂച്ചർ. BMG ആയിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരാളാണ് തല്ലത്തെങ്കിലും തല്ലത്ത് അതിനെ പേഴ്സണലി വളരെ കണക്റ്റഡും അസോസിയേറ്റഡാണ്.
ഒരു കാരണം എനിക്ക് മനസ്സിലായില്ല, തലത്ത് സംസാരിക്കാൻ മടിയുള്ള ആളാണ്, സംസാരിക്കുന്നതിനേക്കാളും സംസാരിപ്പിക്കുന്ന ആളാണെങ്കിലും അവൻ പറയുന്ന എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് അവൻ്റെ മൈൻഡിൽ എന്താണോ ഫ്രെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ അവൻ്റെ ക്യാരക്ടറൈസേഷൻ അതെനിക്ക് മനസ്സിലാറുണ്ട്. അതൊരു ഡയറക്ടർ അല്ലെങ്കിൽ കാസ്റ്റിംഗ് എന്നുള്ള രീതിയിലെല്ലാം പറയാം, സിനിമയിലെല്ലാം കണക്ട് ചെയ്ത് പറയുമ്പോൾ അത് എനിക്ക് പലപ്പോഴും അവൻ പറയുന്ന സാധനം ഫസ്റ്റ് ടേക്കിൽ തന്നെ എടുത്തു കൊടുക്കാനും പറ്റാറുണ്ട്. അതുകൊണ്ട് നമ്മളൊരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. തലത്ത് നമ്മൾ ഫ്ലൈവീലായിട്ട് കണക്ട് ചെയ്യുന്ന BMG ആയിട്ടുള്ള അസോസിയേഷനിലാണെങ്കിലും അവൻ ഭയങ്കര റൂക്കിയായിരുന്നു, തുടക്കകാലമായിരുന്നു. അപ്പം നമ്മൾ കോഴിക്കോടും ചുറ്റുപാടുള്ള അറിവുണ്ടെങ്കിലും എനിക്ക് തോന്നി ഹി ഹാസ് ടു സീ ദ വേൾഡ്. അങ്ങനാകുമ്പോൾ കുറേ കൂടിയും എക്സ്പോഷർ വരും എന്ന് തോന്നിയിട്ടാണ് പലപ്പോഴും ഒരു ക്യാമറമാനൊന്നും അല്ലെങ്കിൽ കൂടി ഞാൻ ക്യാമറമാൻ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പല ട്രിപ്പിലും. അങ്ങനെ പോയിട്ട് എനിക്ക് അത് എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലുണ്ട്. എന്തായാലും എൻ്റെ ഫ്ലൈവീൽ ലൈഫിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ബീസ്റ്റ് ആൻഡ് ദ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമാറ്റിക് മൂവിയാണ്. നമ്മുടെ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. ഇന്ത്യ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ലെയിം ചെയ്യുന്ന ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. കാരണം വേറെ അങ്ങനെ ചെയ്യുന്ന പബ്ലിക്കേഷൻ ആളുകൾ നമ്മളോട് പറഞ്ഞു നിങ്ങളായിരുന്നു ഇൻസ്പിറേഷൻ. എന്നാൽ ബീസ്റ്റ് ആൻഡ് ദ ബ്യൂട്ടി നമ്മൾ ജീവാഗണും മായബാക്കും വെച്ച് ചെയ്തിട്ടുള്ള ആ ഫിലിം ഡയറക്റ്റ് ചെയ്തത് തലത്തായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു വർക്കായിരുന്നു. 5 ദിവസം നൈറ്റ് ഔട്ട് ഷൂട്ടായിരുന്നു. ക്യാമറ പിടിച്ച് നിന്നിട്ടെല്ലാം ചെന്നൈയിൽ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ കുറേ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. മെർസിഡീസ് ബെൻസ് ഇന്ത്യ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വർക്കായിരുന്നു. എന്തായാലും അത് ഇന്ന് വരെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു വർക്ക് ഇന്ത്യയിൽ ഒരു മീഡിയം ചെയ്തിട്ടുണ്ട്. ഗ്ലോബലി ഞാൻ പറയുന്നില്ല, എന്തായാലും ഒരു മൂവി ഒന്നും അല്ലാതെ തന്നെ ഒരു ഓട്ടോമോട്ടീവ് മൂവി ആയിരുന്നു അത്. അതിന് കാരണം തലത്താണ്. ഹായ്, ഞാൻ അജാസ് അയ്യപ്പങ്കാവ്. 2016 ജൂൺ 19 ഫ്ലൈവീലിൻ്റെ ഒപ്പം കൂടിയിട്ട് ഇപ്പോഴും അവർ കൂടെയുള്ള ഒരു സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കടക്കുന്ന ചീത്ത സ്റ്റാഫായിട്ട് അവർ കണ്ടിട്ടില്ല. 2016 ഞാൻ അവരുടെ വിഷ്വൽ ഡിസൈനറായിട്ട് കയറി ഇപ്പോൾ ഞാൻ അവരുടെ കമ്പനി കൺട്രോളറായിട്ടാണ് നടക്കുന്നത്. നിക്കാനോടുള്ളൊരു ഇഷ്ടം എന്താ വെച്ചാൽ അനിക്കാനോടുള്ളൊരു ഇഷ്ടം എന്താ വെച്ചാൽ മൂപ്പര് ഒരേ സമയം ജോലിയുടെ കാര്യത്തിൽ ആണെങ്കിൽ ആ ഒരു സ്ട്രിക്ട്നെസ്സിൽ നിൽക്കും. മൂപ്പര് ജോലിയാണെങ്കിൽ ആ ജോലിയുടെ കാര്യം സ്ട്രിക്റ്റ് ആയിട്ട് മൂപ്പര് പറയും. അതിന് കുറെ ചീത്ത കേട്ടിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും എനിക്ക് മനസ്സിൽ അതായത് വേദനിപ്പിച്ചിട്ടുണ്ടോ വെച്ചാൽ ആ ടെൻഷൻ കയറും. അതായത് ആ ടെൻഷൻ കയറുന്നത് എന്തിനാ വെച്ചാൽ ഈ ഏൽപ്പിച്ച വർക്കുകൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഷനാണ്. അതേ സമയം തന്നെ മൂപ്പര് നമ്മളെ തോളിൽ കൈയിട്ടിട്ട് ചിരിച്ച് തമാശ പറഞ്ഞ് നമ്മളൊരു കമ്പനി അടിച്ചോണ്ട്. അതുപോലെ തന്നെ 15ാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു 9 വർഷം ഞാൻ അവരെ കൂടെയുണ്ട്. അവരുടെ വളർച്ചകൾ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നും ദൈവത്തിനോട് നമ്മൾ സ്തുതി പറയുന്നതും അതന്നെയാണ്. ഈ 15ാം വർഷം ആഘോഷിക്കുന്ന ഫ്ലൈവീലിന് എൻ്റെ എല്ലാവിധ സപ്പോർട്ടുകളും ഇനിയും ഉണ്ടാവും, കൂടെ തന്നെ ഉണ്ടാവും, പോവില്ല. അജാസ് എന്നെ അവൻ്റെ ഏട്ടൻ്റെ മേലെ ഒരു ഏട്ടനായിട്ടാണ് അവൻ വെച്ചിട്ടുള്ളത്. അർഫാത്തിൻ്റെ മേലെ ഒരു ഏട്ടൻ എന്നുള്ള രീതിയിലൊക്കെയാണ്. എനിക്ക് അങ്ങനെ ഒരു അനിയനും കൂടിയാണ് അജാസ്. എൻ്റെ കൂടെ എഡിറ്ററായിട്ട് വന്നിട്ട് ഇപ്പം 8 വർഷത്തെ മേലെയായി. ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അതേപോലെ നന്ദുവിനെ പോലെ തന്നെ ഏറ്റവും അധികം എൻ്റെ കൂടെ യാത്ര ചെയ്തതും ഒരുപാട് ചീത്ത കേട്ട ആളാണ്. ഇവരെല്ലാം ചീത്ത പറയുന്ന പറഞ്ഞാൽ അവർ എനിക്ക് അത്ര ഫ്രീഡം തന്ന പോലെ എനിക്ക് തോന്നാറില്ല. അതിൽ അജാസ് ഒരു എഡിറ്ററായിട്ടാണ് വന്നതെങ്കിലും ഇപ്പം നമ്മുടെ ഒരു ഓൾ ഇൻ ഓളാണ്. ക്യാമറമാനാണ്, അതുപോലെ തന്നെ കണ്ടൻറ് കോർഡിനേറ്ററാണ്. ഇതെല്ലാം ആണെങ്കിൽ കൂടി നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ യുജിനെ കുറിച്ച് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ അജാസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഏൽപ്പിച്ചിട്ട് കഴിഞ്ഞാൽ അത് അവൻ ചെയ്തോളും. അതിനുള്ളൊരു പ്രത്യേക സ്കില്ല് അവനുണ്ട്. നല്ല PR ചെയ്യാനറിയാം. PR എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് PR അല്ല, ആൾക്കാരായിട്ട് ബന്ധം കീപ്പ് ചെയ്യാനറിയാം. നമ്മളെ ഈ ഫ്രട്ടേണിറ്റിയിലൊരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കണ്ണിയാണ് അവൻ. അതിപ്പോൾ നമ്മുടെ ഫ്രട്ടേണിറ്റിയിലെ ബാക്കിയുള്ള എല്ലാ ഈ ആൾക്കാർക്ക് അറിയാൻ പറ്റും. എന്തെങ്കിലും ഒരു ഇവൻ്റോ കാര്യം ഉണ്ടെങ്കിൽ അജാസ് ഉണ്ടെങ്കിൽ അത് പെർഫെക്റ്റാണ്. അവനുണ്ടെങ്കിൽ അത് നന്നായി നടക്കും. അവനില്ലാത്ത ഇവൻ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ഉഷാറാണ്. എന്തായാലും ഫ്ലൈവിന് വലിയൊരു അസറ്റ് തന്നെയാണ് അജാസ്. എന്നാലും അജാസ് നീ പോവില്ല എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. 15 years ഓഫ് ഫ്ലൈവീൽ. ഞാൻ ഏകദേശം 8 വർഷത്തോളമായി ഫ്ലൈവീലിൻ്റെ കൂടെ കൂടിയിട്ട്. ആക്ച്വലി ഫ്ലൈവീൽ എന്നെ കൂടെ കൂട്ടിയിട്ട് ഏകദേശം 8 വർഷത്തോളമായി എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞങ്ങളുടെയൊക്കെ ബിഗ് ബ്രദറായിട്ടുള്ള ഹാനിക്ക് ലീഡ് ചെയ്യുന്ന ഈ ഒരു ഫാമിലിയിൽ മെമ്പറാകാൻ പറ്റിയതിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഫ്ലൈവീലിൻ്റെ കൂടെയുള്ള ഓരോ യാത്രകളും ശരിക്കും നല്ല നല്ല അനുഭവങ്ങളും എൻ്റെ ലൈഫിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സും തന്നിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എന്തായാലും ഭയങ്കര താങ്ക്ഫുള്ളാണ്, ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്, ഭയങ്കര ഹാപ്പിയാണ്.
എന്നെ കൂടെ കൂട്ടിയതിനും പിന്നെ എനിക്കൊരുപാട് ഓപ്പർച്യൂണിറ്റീസ് തന്നതിനും എന്തായാലും ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഒരു മൈനറായിട്ട് ജോലി എടുക്കാൻ വന്ന ഒരാളാണ്. എന്നോട് വരുമ്പോൾ അവന് മേജറായിട്ടില്ല, അതായത് 18 വയസ്സിന് മുന്നേ നമ്മളെ കൂടെ ജോയിൻ ചെയ്ത ഒരാളാണ് നിഷാദ്. ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യാൻ വന്നായിരുന്നു. ഡ്രോൺ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി G-Wagonൻ്റെ പുതിയതും പഴയതും വെച്ച് ചെയ്യുന്ന വീഡിയോയിൽ ഡ്രോൺ ചെയ്യാൻ വന്നായിരുന്നു. പ്രശാന്തനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ്. ഇപ്പം നമ്മുടെ മെയിൻ ക്യാമറമാനാണ്. നിഷാദിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ശരിക്കും ഭയങ്കര ആയിട്ട് സന്തോഷിക്കാറുള്ള ഒരു കാര്യം, സെൽഫ് ഏൺഡ് സെൽഫ് പ്രൊമോട്ടഡ് ആയിട്ടൊരാളാണ്. അവൻ്റെ മുമ്പത്തെ ഹിസ്റ്ററി എന്നെ പറഞ്ഞ് കേട്ടെന്ന് വെച്ച് നോക്കുമ്പോൾ വെറും ഒരു എഡിറ്റിങ്ങിന് പോയി അവിടെ ഡ്രോൺ പഠിച്ചു. ഇതെല്ലാം സ്വന്തമായിട്ട് പഠിക്കുന്ന കേട്ടോ. ഡ്രോൺ പഠിച്ചു, ക്യാമറമാൻ ആയി, ക്യാമറ എഡിറ്റിംഗ് ആയി, ഇപ്പോൾ എന്താ വലിയ വലിയ ക്യാമറയിൽ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന രീതിയിലെത്തി. ഇതെല്ലാം തന്നെ ഒരു നീഡിൻ്റെ മേലെ അവൻ ശരിക്കും മോൾഡ് ചെയ്തെടുത്ത് ഇന്ന് ഭയങ്കര സ്ട്രോങ് ഫൂട്ടഡായി നിൽക്കുന്ന ഒരാളാണ് നിഷാദ്. നിഷാദിന് ഞാൻ 1-2 ഓപ്പർച്യൂണിറ്റികൾ കൊടുത്ത സന്തോഷം എനിക്കുണ്ട്. കാരണം ഫസ്റ്റ് ഡ്രോൺ ഓട്ടോമോട്ടീവ് വർക്ക് ചെയ്തതിലുണ്ട്. അതിനേക്കാളേറെ ഞാൻ ഒരു എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യാൻ കൊടുത്തു. അത് നമ്മൾ ഈ 223 S-Class വന്ന സമയത്ത് അതിൻ്റെ സ്പെഷ്യലൈസ് വീഡിയോ ആയിരുന്നു. അത് അവൻ ഭംഗിയായിട്ട് ചെയ്തത് മാത്രമല്ല, അതിൻ്റെ ശേഷം അവനക്ക് ഞാൻ ഒരുപാട് വർക്ക് ധൈര്യത്തോടെ കൊടുക്കാൻ തുടങ്ങി. ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ സ്റ്റൈലിഷ് സാധനങ്ങളും സിനിമാറ്റിക് സാധനങ്ങളും ഷൂട്ട് ചെയ്യുന്ന ആൾ ഈ ക്യാമറയുടെ പിന്നിലുള്ള നിഷാദാണ്. നിഷാദേ, ഞാൻ ഇവിടുത്തെ നിക് നെയിംസ് ഒന്നും പറയുന്നില്ല, അത് ആരൊക്കെ അറിയുന്നവരെല്ലാം കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് ഫ്ലൈവീലിൻ്റെ മെമ്മറീസ് പറഞ്ഞാൽ ഒരുപാടുണ്ട്. കാരണം എൻ്റെ ഓട്ടോമൊബൈൽ ജേർണലിസം കരിയർ സ്റ്റാർട്ട് ചെയ്യണത് ഞാൻ ഫ്ലൈവീലിലൊപ്പാണ്. ഫ്ലൈവീലിൻ്റെ വൺ ഓഫ് ദ ഫസ്റ്റ് എംപ്ലോയിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഹാനിക്കയുടെ കൂടെ എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരാളാണ്. കാരണം ഞാൻ ചെറുപ്പം മുതലേ ഹാനിക്കയുടെ വീഡിയോസ് കണ്ടു വന്ന് സൂര്യ TV-യിലും ഏഷ്യാനെറ്റിലൊക്കെ ഒരുപാട് കണ്ട് ഭയങ്കര ഫാനായിട്ടുള്ള ആളാണ്. അത് കഴിഞ്ഞിട്ട് ഹാനിക്കയുടെ കൂടെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണല്ലോ. പിന്നെയും പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യമായിട്ട് ഒരു പ്രീമിയം കാർ ഓടിക്കാൻ കിട്ടിയത് അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ ഹാനിക്ക മുംബൈയിൽ നിന്ന് വരുവാണ്. മുംബൈയിൽ നിന്ന് വരുന്നത് 5 Series ഓടിച്ചിട്ടാണ്. അപ്പോൾ അന്നത്തെ അന്നും ഇന്നും എനിക്ക് 5 Series ഒരു ഫേവറേറ്റ് കാർ കേട്ടോ. അപ്പോൾ 5 Series ആദ്യമായിട്ട് ഓടിക്കാൻ കിട്ടിയൊരു അവസരം. അതുപോലെ തന്നെ മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ആദ്യമായിട്ടൊരു ഓഫ് റോഡ് ഓടിക്കാനൊരു അവസരം കിട്ടും. അതും ഇതുപോലെ തന്നെയാണ്. ലാൻഡ് റോവറിൻ്റെ ഇവൻറ്റ് കൊച്ചിയിൽ നടക്കുന്ന സമയത്ത് ഹാനിക്ക വിളിച്ചുകൊണ്ട് ലൈഫിൽ ആദ്യമായിട്ട് ഒരു വണ്ടി ഞാൻ ഓഫ് റോഡ് ഓടിക്കുന്നത് ലാൻഡ് റോവറിൻ്റെ ഇവൻറ്റിലാണ്. ഇപ്പോഴും ഞാൻ ആ ഫാമിലിയിലൊരു പാർട്ട് തന്നെയാണ്. സോ ഓൾ ദ ബെസ്റ്റ് ടു ഹാനിക്ക ആൻഡ് ദ എൻറ്റയർ ഫ്ലൈവീൽ ഫാമിലി. എംപ്ലോയി നമ്പർ 1 വലിയൊരു കാര്യമാണ് പല കമ്പനിയിലും. പക്ഷേ നമ്മൾ എംപ്ലോയി നമ്പർ 1 എന്ന് പറഞ്ഞാൽ എഡിറ്റോറിയൽ ടീമിലെ എംപ്ലോയി നമ്പർ 1 ആയിട്ട് വേണമെങ്കിൽ വിപിനെ പറയാം. കാരണം നമുക്ക് ഓൾറെഡി ഞാൻ പിന്നെ ഓഫീസിലെ കുറച്ച് സ്റ്റാഫിനെ എപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്. നമ്മൾ തുടങ്ങുമ്പം ഒരു ബാനർ വേണ്ടിയിരുന്നത് എക്സ്പ്രഷൻ മീഡിയ എന്നുള്ള ബാനർ ഉപ്പൻ്റെ ഒരു ഡിജിറ്റൽ ക്രിയേഷൻ ഒരു സ്ഥാപനമായിരുന്നുണ്ടായത്. പിന്നീടാണ് ഫ്ലൈവീലിൻ്റെ ബ്രെയിൻ ബോക്സ് മീഡിയ വന്നത്. ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് വന്ന ഒരു എംപ്ലോയി തന്നെയാണ്. നമ്മൾ ഓൺലൈൻ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് വിപിൻ എടുക്കുന്നത്. വിപിന് മുമ്പ് ഏതൊക്കെ ത്രെഡിൽ കോളേജ് ത്രെഡിലെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലാതെ ജോലി ആയിട്ടുണ്ടായിരുന്നില്ല. ഇത് പറയാൻ കാരണം നമ്മൾ രാജ്യത്ത് അന്ന് കോമൺ ഇല്ലാത്തൊരു കാര്യമായിരുന്നു പഠിക്കുന്ന കുട്ടികളെ പാർട്ട് ടൈം ജോബ്. എൻ്റെ ഫ്രണ്ട്സിൽ പലരും ഹയർ സ്റ്റഡീസിന് പുറത്തെല്ലാം പോയപ്പം വലിയ പണക്കാരിലാണെങ്കിൽ കൂടി സൂപ്പർ മാർക്കറ്റിലും സെയിൽസ്മാനും എല്ലാവരും ജോലി ചെയ്തതെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മുടെ കുട്ടികൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ. ഒരു സ്ഥാപനത്തിൽ നിന്നും വർക്ക് ചെയ്ത് പാർട്ട് ടൈം വർക്ക് ചെയ്ത് കിട്ടുന്ന വരുമാനം ഉണ്ടെങ്കിൽ സ്വന്തം കാര്യങ്ങൾ നടക്കും. ചില ഫാമിലിന് അധികം ഭാരമില്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായിക്കൂടെ എന്നുള്ള ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു കാര്യം സന്തോഷം തോന്നിയത് അത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ വിപിനിലൂടെ എനിക്ക് ഫസ്റ്റ് ഒരു എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ പറ്റി. അതിൻ്റെ മുമ്പുള്ള എംപ്ലോയ്മെൻറ്റ് അതിന് മുമ്പ് പിന്നെ നമുക്കുള്ള പാർട്ട്നേഴ്സാണ്. അവർ ഞാൻ എംപ്ലോയി ആയിട്ട് കാണില്ല, മറ്റത് അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പാർട്ട്നേഴ്സായിരുന്നു. ഒരു എംപ്ലോയി ആയിട്ട് ഫസ്റ്റ് വിപിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ശാഖ ഓഫ് ആളുകളുണ്ടായിരുന്നു. എന്തായാലും വിപിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമായിരുന്നു. അവന് പഠിക്കുമ്പോൾ തന്നെ ജോലി ഉണ്ടായി, അവന് സ്വന്തം സമ്പാദിക്കാൻ പറ്റിയെന്നല്ല, വലിയ താല്പര്യമൊന്നും ആയിരുന്നില്ല. പക്ഷെ എന്നാലും അവനെ പഠിക്കുമ്പം ഉണ്ടാവാവുന്ന ചിലവെല്ലാം മേക്കപ്പ് ചെയ്യാൻ പറ്റിയിരുന്നു. പിന്നെ അവൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ് അവനക്ക് ഒരുപാട് എക്സ്പോഷർ കിട്ടിയതും വണ്ടി ഓടിക്കാൻ പറ്റിയതെല്ലാം. അവൻ പറഞ്ഞില്ലാത്തൊരു കാര്യം ഞാൻ ഇവിടെ പറയാം. കാരണം വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് വണ്ടീനെ സ്നേഹിക്കാൻ പഠിക്കണം. അപ്പം ഞാൻ അവനെ ശരിക്കും ഫസ്റ്റ് ചെയ്യിപ്പിച്ചത് കൊണ്ടുവന്ന BMW വാഷ് ചെയ്യിക്കായിരുന്നു. വേറൊന്നുണ്ടല്ല, വണ്ടി നമ്മൾ അടുത്തറിയണം എപ്പോഴും. അതൊരു നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ വണ്ടി അവന് 5 Series ഓടിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ഒരാൾ തന്നെ ഡ്രസ്സെല്ലാം ചെയ്തു വന്ന് ഞാൻ പറഞ്ഞു വണ്ടി വാഷ് ചെയ്യുന്നു. ക്രൂരമായിട്ട് തോന്നാം, പക്ഷേ ഞാൻ പല ഓട്ടോ ജേർണലിസ്റ്റുകളും സീരിയസ്ലി ചെയ്യിപ്പിച്ച കാര്യമായിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്.
അങ്ങനെ അവൻ ഓടിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ആ കഴുകിപ്പിച്ചത് അവൻ മറന്നു. അവൻ സന്തോഷവാനായി. കാരണം അവൻ പറഞ്ഞു ശരിയാണ്, എനിക്ക് ആ വണ്ടീനോടുള്ള ഇഷ്ടം, മമത എല്ലാം കൂടി എന്നുള്ളത്. അപ്പോൾ ഞാനെല്ലാം അങ്ങനെ പഠിച്ചിട്ടില്ല. നമ്മൾ വണ്ടിയെല്ലാം കഴുകിയിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പം വണ്ടി കഴുകുന്നത് എന്നുള്ളതല്ല, വണ്ടിയുടെ അടുത്തറിയുന്നത് എപ്പോഴും നല്ലതാണ്. ഹലോ, നമസ്കാരം. എൻ്റെ പേര് അഖിൽ വള്ളിശ്ശേരി. ഫ്ലൈവീൽ ഒരു 15 വർഷമായി എന്ന് കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാര്യം ഇപ്പം അടുത്ത് ഡേയ്സ് എല്ലാം കഴിഞ്ഞു പോയ പോലെയാണ് തോന്നുന്നത്. ഇപ്പോഴും ഒരു ഫ്ലൈവീൽ ഗ്രൂപ്പ് ഇപ്പോഴും മാനേജ് ചെയ്ത് പോകുന്നു. ഐ സ്റ്റിൽ പ്രൗഡ് ദറ്റ് ഐ എം സ്റ്റിൽ എ പാർട്ട് ഓഫ് ഫ്ലൈവീൽ ഫാമിലി. കാര്യം ഒരുപാട് സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് ഫ്ലൈവീലിൽ വർക്ക് ചെയ്തൊരു ബാഡ്ജ് ഒരു ഡിഫറെൻറ്റ് വാല്യൂ തന്നെയാണ്. പഠിച്ചു കഴിഞ്ഞ് വന്നതിന് ശേഷം ആദ്യമായിട്ട് എഴുതാൻ പറ്റുന്നൊക്കെ ട്രൈ ചെയ്തത് പിന്നെ ഫ്ലൈവീൽ വന്നപ്പോഴാണ്. പിന്നെ നമ്മൾ 2007, 6, 8 കാലഘട്ടത്തിൽ BMW, മെഴ്സഡീസ്, ഔഡി എന്ന് പറയുന്ന ബ്രാൻഡുകൾ പോലും അന്ന് എക്സ്ക്ലൂസീവാണ്. അതിന് മുകളിലത്തെ കുറച്ചുകൂടെ എക്സ്ക്ലൂസീവ് ലെവൽസിലുള്ളതാണ് പോഷ. അതിന് മുകളിലത്തെ എക്സ്ക്ലൂസീവ് ലെവലിലുള്ളതാണ് ലാംബോർഗിനി, ഫെറാറി, ആസ്റ്റൺ മാർട്ടിൻ, ബെന്റ്ലി, റോൾസ് റോയ്സ്, മെക്ലാരൻ. ഇതെല്ലാം അന്തകാലത്ത് ഈ കാറുകളെല്ലാം ഡ്രൈവ് ചെയ്ത് സൂര്യ ടി വിയിലും ഏഷ്യനെറ്റിലും അതുപോലെ ടോപ്പ് ഗിയർ മാഗസീനിലും ഈ കാറിൻ്റെ റിവ്യൂസ് എല്ലാം പറയുമ്പോൾ ഞങ്ങൾ ആ ഷോർട്ട് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ വൺസ് അഗൈൻ ഓൾ ദ ബെസ്റ്റ്. ഇത് 50 അല്ല, ഒത്തിരി വർഷങ്ങൾ ഒത്തിരി മുന്നോട്ട് പോട്ടെ, ഒത്തിരി ഡിഫറെൻറ്റ് കണ്ടൻസ് ആയിട്ട് വരട്ടെ. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് കൊളാബൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ ഉണ്ടാക്കാം. ലുക്കിംഗ് ഫോർവേഡ് ടു മേക്ക് സംതിങ് സ്പെഷ്യൽ സൂൺ. വള്ളി എന്നാണ് അഖിലിനെ പൊതുവെ ഫ്ലൈവിൽ എല്ലാവരും വിളിക്കല്. ഞാൻ അഖിലിനെ വിളിക്കുക. അഖിൽ വള്ളിശ്ശേരി എന്നാണ് അവൻ്റെ ഫുൾ നെയിം. നമ്മൾ രണ്ടും ബർത്ത്ഡേ ഒരേ ദിവസമാണ്. പിന്നെ ഫ്ലൈവിൽ സെക്കൻഡ് എംപ്ലോയി ആയിട്ട് വേണമെങ്കിൽ അഖിലിനെ കണക്കാക്കാം. വന്നത് അവന് സബ് എഡിറ്ററും ഫോട്ടോഗ്രാഫറിലായിട്ടാണ്. നമ്മൾ ഒരുപാട് വർക്ക് ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ അവൻ പറഞ്ഞ ലോ ഷട്ടർ സ്പീഡിലെല്ലാം എടുത്ത ഫോട്ടോസ് കിട്ടുകയാണെങ്കിൽ അവിടെ ഇടാം. അതെല്ലാം നമ്മൾ ചെയ്തത് എക്സ്പെരിമെൻ്റ് ആയിട്ടായിരുന്നു. നമ്മൾ രാത്രി ട്രൈപ്പോഡെല്ലാം വെച്ച് ഒരു കഫേൻ്റെ അവിടെ പോയിട്ട് ലോ ഷട്ടർ സ്പീഡ് പല സ്പീഡിലെല്ലാം ട്രൈ ചെയ്തിട്ടാണ് ആ ഫോട്ടോ എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ ആകെ മെലിഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. ശരിക്കും അവനെ ഫുള്ള് പൊക്കിയിട്ടുണ്ട് ഒരിക്കലും ഷൂട്ടിനിടയ്ക്കെല്ലാം ആ ഫോട്ടോയിലുണ്ട്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് അവൻ്റെ ഗ്രോത്ത്, നല്ല തമാശക്ക് പറഞ്ഞാണെങ്കിലും അവൻ്റെ ഗ്രോത്ത് ഞാൻ സീരിയസ് ആയിട്ട് പറയണം. ഫ്ലൈവിൽ 2 വർഷം കഴിഞ്ഞ് നമ്മൾ മാഗസിൻ കണ്ടിന്യൂ ഇല്ല എന്ന് പറഞ്ഞപ്പം അവൻ പറഞ്ഞു ഞാൻ വേറെ ജോബ് നോക്കട്ടെ. അവന് ജോബ് ആവശ്യമായിരുന്നു, ബെറ്റർ സാലറിയിലും. അത് അവൻ പെർഫോം ചെയ്തു. ഇവിടുന്ന് വിട്ടിട്ട് ഹ്യുണ്ടായോ ഫോക്സ് വാഗനിലാണ് ഫസ്റ്റ് കയറുന്നത്. എന്തായാലും ഹ്യുണ്ടായി ഫോക്സ് വാഗനിൽ ആദ്യം വർക്ക് ചെയ്ത്, പിന്നീട് BMW പോയി, മിനിയിൽ പോയി, പിന്നെയും BMW വന്നു, ലാംബോർഗിനിയിൽ പോയി, ഇപ്പോൾ അത് ബെന്റ്ലിയിൽ എത്തി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മെഴ്സഡീസിലും ഉണ്ടായിരുന്നു. ടോപ്പ് ആൻഡ് വെഹിക്കിളാണ് വിറ്റിരുന്നത്. അവൻ്റെ സെയിൽസ്മാൻഷിപ്പ് അടിപൊളിയാണ്, ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്ന അടിപൊളിയാണ്. നമ്മളെ മലയാളികൾ വണ്ടി വിൽക്കുന്നതെല്ലാം ഒരു പ്രത്യേക ഒരു നാക്ക് വേണം. അതെല്ലാം പഠിച്ചു. ഇന്നിപ്പം ഒരറിയപ്പെടുന്ന ഓട്ടോമോട്ടീവ് സെയിൽസ്മാനാണ്. അപ്പം എന്നും എനിക്ക് ഭയങ്കര പ്രൗഡാണ് അഖിൽ നമ്മളെ പയ്യനാന്ന് പറയുമ്പോൾ. പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, അത് അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്, അധികാരത്തോടെയും പറഞ്ഞിട്ടുണ്ട്. ഇന്നും ഞാൻ പറയും, ബെന്റ്ലിയിൽ വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അതിന് നമ്മളെ പയ്യനുണ്ടാവും അവിടെ നിൽക്കുമ്പോൾ എന്ന് പറയുന്ന സന്തോഷം. ഹായ്, എൻ്റെ പേര് നിതിൻ നൽകാർ. ഞാൻ പഠിച്ചതും അവിടെ ചെയ്തതായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ വണ്ടീനോടുള്ളൊരു പാഷൻ കാരണം ആണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത്. ഫസ്റ്റ് ജോബ്, പിന്നെ ഒരു ലക്ഷറി കാർ എക്സ്പീരിയൻസ്, പിന്നെ അതുകൂടാണ്ട് ആദ്യമായിട്ട് ട്രാക്കിൽ പോകുന്നത്, പിന്നെ ഫസ്റ്റ് ഫ്ലൈറ്റ്, ആദ്യമായിട്ട് ഇപ്പോൾ നമ്മളെ കട്ട്ലറീസ് യൂസ് ചെയ്യാൻ പഠിപ്പിക്കുന്നവരെ ഹാനിക്കാണ്. ഞാനും ആദ്യമായിട്ട് ഫ്ലൈവീലിന് വേണ്ടി കൊളാബറേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത് തന്നെ S600 ഗാർഡ് എന്ന് പറയുന്ന വണ്ടിയാണ്, മെഴ്സഡീസ് ബെൻസിൻ്റെ. അത് എല്ലാവർക്കും അങ്ങനെ യൂഷ്വലി കാണാൻ പറ്റുന്നൊരു വണ്ടിയല്ല ഞാൻ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നത് തന്നെ. അവിടെ പോയി ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ അന്ന് ഉണ്ടായിരുന്ന 3 ക്യാമറയായിട്ടാണ് ഞാൻ പോയത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇപ്പം എന്തെങ്കിലും ഒരു ക്യാമറയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി മിസ്സാവാൻ പാടില്ല എന്നുള്ളായിരുന്നു മെയിൻ ഒരു അജണ്ട. എൻ്റെ കൂടെയുള്ള ആൾക്കാരോടാണെങ്കിലും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ആൾക്കാരെ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണ് അവരുടെ ശരിക്കുള്ള സ്വഭാവങ്ങൾ അറിയുന്നതെന്നുള്ളത്. അതെപ്പോഴും ഹാനിക്ക് പറയുന്ന ഒരു ഡയലോഗാണ്. നമ്പ്യാർ നിതിൻ നമ്മളെല്ലാവരും വിളിക്കാറ് നമ്പ്യാർ എന്നാണ്. നമ്പ്യാർ ഞാൻ ഫസ്റ്റ് കാണുന്നത് നമ്മൾ നടത്തിയൊരു TSD റാലിയിലാണ്. നമ്മൾ ഒരുപാട് ഇവൻറ്റ് നടത്താറുണ്ട്. പക്ഷെ നമ്മൾ ഇവൻറ്റിൽ നമ്മളെ പാർട്ടായിരുന്ന നന്ദുനും സുജിക്കും എല്ലാം നിതിനെ അറിയായിരുന്നു. നിതിനെ അന്ന് നമ്മളൊരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി, അന്ന് കഴിഞ്ഞു. പിന്നെ അവന് വർക്ക് ചെയ്യാനുള്ള താല്പര്യം സുജിയിലൂടെ അറിയിച്ചു. അപ്പോൾ ഒരു ട്രിപ്പ് വരുമ്പോൾ പ്രശാന്ത് ഏട്ടൻ എന്തോ തിരക്കാണ്, പെട്ടെന്ന് കിട്ടിയൊരു ട്രിപ്പാണ്. എനിക്ക് ഒഴിവാക്കാനും ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി അന്ന് എൻ്റെ വൈഫ് ഒരു കാല് പൊട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു. പക്ഷേ ഞാൻ പെർമിഷനിലെടുത്തിട്ട് പോകുന്നതായിരുന്നു S600 ഗാർഡിൻ്റെ ഷൂട്ടിന്. ഇന്ത്യയിലെ
ഓൺലി F1 ട്രാക്കായിട്ടുള്ള BICയിൽ വെച്ചാൽ ചെയ്യുന്നത്. മെയ്യിലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അന്നത് മെയ്യിൽ എൻ്റെ ബർത്ത്ഡേ, ആ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ ആയിരുന്നു അത്. തലേന്നോ പിറ്റേന്നോ മെയിൻ അങ്ങനെ എന്തോ അടുത്ത ദിവസം ബർത്ത്ഡേൻ്റെ. അപ്പോൾ നിതിനെ വിളിച്ചു. കാരണം അന്ന് ക്യാമറ പെട്ടെന്ന് ആളില്ല വന്നപ്പം നിതിനെ വിളിച്ചു. നിതിനോട് സംസാരിച്ച ഞാനായിരുന്നില്ല, സുജിയായിരുന്നു തോന്നുന്നത്. എന്തായാലും പറഞ്ഞു, നീ ഏറ്റവും നല്ല വർക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഫ്ലൈവീലിൽ ഒരു പോസ്റ്റ് കിട്ടുമെന്ന് ഏറ്റവും പറഞ്ഞു. ഞാനത് പറഞ്ഞിട്ടില്ല. ഞാൻ വന്ന സമയത്ത് നിതിനോട് എന്താ ക്യാമറ എടുക്കുന്നതെന്ന് വെച്ചു. ഇന്ന ക്യാമറയാണ്. ഞാൻ പിന്നെ പോയപ്പോഴായിരുന്നു ഇപ്പോൾ 3 ക്യാമറ ബോഡിയും ലെൻസെല്ലായിട്ട് വന്നത്. അപ്പോൾ തലേന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, നീ ഫോട്ടോ ആണ് ചെയ്യാറുള്ളതെന്ന് അറിയാം, പക്ഷേ വീഡിയോ ചെയ്യും, നമുക്ക് നോക്കാം, എന്തായാലും ബെസ്റ്റ് ഔട്ട്പുട്ട് എനിക്കെത്താം, ഞാൻ അത്രേ പറയുന്നുള്ളൂ. എന്നിട്ട് ഞാൻ എന്തെങ്കിലും അവിടെ നിന്ന് ഇൻപുട്ട് ഇട്ടുണ്ടെങ്കിൽ ഇടാമെന്ന് പറഞ്ഞു. ട്രാക്കായിരുന്നു, നല്ല ചൂടായിരുന്നു, മെയ് ആണ്, ക്യാമറ ഹാങ് ആവുക അങ്ങനത്തെ പ്രശ്നമെല്ലാം ഉണ്ടായെങ്കിലും ഇടൺ എ ഗ്രേറ്റ് ജോബ്. എൻ്റെ ഫോട്ടോഗ്രാഫ്സിൽ ഓട്ടോമോട്ടീവ് ഫോട്ടോഗ്രാഫിയാണ് ഞാൻ വണ്ടീൻ്റെ കൂട്ടുള്ള ഫോട്ടോ ഭയങ്കര അഡ്മയർ ചെയ്യുന്നത്. അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോട്ടോസ് ഡെലിവറി ചെയ്തിട്ടുള്ള ഷൂട്ട് വരുന്ന അതിൻ്റെ ശേഷം കുറേ ഫോട്ടോസ് ഉണ്ട്. എൻ്റെ വാൾപേപ്പറായിട്ടുള്ള എൻ്റെ G-Wagonൻ്റെ ജമ്പ് ചെയ്യുന്ന ഫോട്ടോ എല്ലാം നിതിനെടുത്ത്. നമുക്ക് ഗൈഡ് ചെയ്യാനേ പറ്റും. ഒരാളെ കഴിവ് അവർക്ക് ദൈവം നൽകുന്നത്. അപ്പോൾ ആ കഴിവിനെ ഞാൻ ഗൈഡ് ചെയ്തിട്ടുണ്ട്, ശരിയാണ്. നല്ല നല്ല ആംഗിൾസ്, കാരണം വണ്ടീനെ കുറിച്ചിട്ടുള്ള വണ്ടീൻ്റെ ഫോട്ടോഗ്രാഫിക്ക് ഡിഫറെൻറ്റ് ആംഗിൾസാണ്. അത് എനിക്ക് അറിയാൻ നല്ലോണം. കാരണം പണ്ട് മുതലേ ഇത് കണ്ട് ശീലിച്ചുകൊണ്ട് ഞാൻ ഓരോ ആംഗിൾസും കാര്യങ്ങളും പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്യൂൺ ചെയ്ത് വിട്ടു. പക്ഷേ അവൻ്റെ കഴിവുകൊണ്ട് അവൻ നല്ല നല്ല ഹൈറ്റ്സിലെത്തിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, എൻ്റെ കൂടെയും നമ്മളെ ടീമിൻ്റെ കൂടെയും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവൻ ഡ്രൈവ് ചെയ്യില്ല. യാത്ര ചെയ്യുമ്പോൾ ഇവൻ ഡ്രൈവ് ചെയ്തിട്ടില്ല. കൂടെ ഇരുന്ന് ഉറങ്ങാറുണ്ട് ഒരുപാട്, തമാശയായിട്ട് പറയണം. പക്ഷേ ആ ഉറങ്ങുന്ന ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കില്ല കേട്ടോ നിതിനെ. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിതിന് നമ്മളെ കൂടെ നല്ല വർക്ക്സിൽ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി വിത്ത് ദിസ് വർക്ക്. ഹായ്, എൻ്റെ പേര് സ്റ്റെന്നി ജോസഫ്. ഞാൻ 2016 മുതൽ ഫ്ലൈവീലിൻ്റെ ഭാഗമാണ്. എൻ്റെ ചെറുപ്പം തൊട്ട് എനിക്ക് വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എങ്ങനെയെങ്കിലും വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ജോലി വേണമെന്നായിരുന്നു ആഗ്രഹം. കോഴിക്കോട് വരുന്നു, ലിബിനേട്ടനെയും ഹാനിക്കേനെയും കാണുന്നു, ഹാനിക്കേനെ ആദ്യമായിട്ട് കാണുന്നു. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ കോർ ഫീൽഡ് ഗ്രാഫിക് ഡിസൈനിങ് അല്ലായിരുന്നു, എന്നാൽ പോലും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓപ്പണിങ്ങും ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ആയിരുന്നു. ആദ്യത്തെ ഒരു 2-3 മാസം കുറേ ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. പക്ഷെ പിന്നീട് ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. എന്നാലും എന്നെ പറഞ്ഞു വിട്ടില്ല. അവിടെ നമ്മൾ യൂട്യൂബ് അഗ്രസീവായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവൻസിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മളിങ്ങനെ അധികം മിണ്ടാണ്ടൊക്കെ ബാക്ക് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് ഇക്ക നമ്മളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തും. ഓക്കെ, ഇതാണ് സ്റ്റെന്നി, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അതൊക്കെ വല്ലാത്ത ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. മൊത്തത്തിൽ ഒരു ഓഫീസ്, ഒരു ജോലി പരിപാടി അല്ലായിരുന്നു ഫ്ലൈവീൽ. എനിക്ക് മൊത്തത്തിൽ ഫാമിലി തന്നെയായിരുന്നു. അത് ഞാൻ ചുമ്മാ പറയുന്നില്ല. എൻ്റെ കല്യാണത്തിന് ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു ഫുൾ ഫ്ലൈവീൽ ഫാമിലി വന്നു. എൻ്റെ ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ 3 വർഷത്തെ ഫ്ലൈവീൽ ഓഫീസ് കോഴിക്കോടുള്ള ജീവിതം വാസ് ലൈക്ക് ഒരു ഒരിക്കലും ഇനി തിരിച്ച് കിട്ടില്ലാത്തൊരു ഫേസ് എന്ന് പറയില്ല, അതുപോലത്തെ ഒരു സംഭവമായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദി 15 years ആനിവേഴ്സറി. ഓൾ ദി ബെസ്റ്റ് ഇക്ക. സ്റ്റെന്നി കുട്ട എന്ന് പലരും നമ്മുടെ ടീമിൽ വിളിക്കാറുണ്ട്. എനിക്കൊരു ക്യൂട്ട് കുട്ടനെ പോലെ എപ്പോഴും തോന്നുന്നത്, സംസാരം കണ്ടില്ല. എനിവേ, സ്റ്റെന്നിന്ന് ഞാൻ പറഞ്ഞ തിരിച്ചറിയാൻ കുറച്ച് ലേറ്റായ ഒരാളായിരുന്നു. കാരണം സ്റ്റെന്നിനെ ഞാനല്ല ആദ്യം അബ്സോർബ് ചെയ്യുന്നത്. അവനക്ക് വന്നത് നമ്മുടെ ഗ്രാഫിക് ഡിസൈനിങ് പോസ്റ്റിലാണെങ്കിൽ അവൻ അതല്ലായിരുന്നു ചെയ്തതെന്നുള്ളത് ഞാൻ പിന്നീട് അറിയുന്നത്. ഒരു അവസരത്തിൽ ഇതേമാതിരി ക്യാമറ ഷോർട്ടേജ് വന്ന സമയത്താണ് സ്റ്റെന്നിനെ ക്യാമറ ചെയ്യാൻ വിളിക്കുന്നത്. അവന് ക്യാമറ ചെയ്യാൻ താല്പര്യമുണ്ട്. അവൻ്റെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് എനിക്ക് ടീമിൽ നിന്ന് കാണിച്ചു തന്നപ്പോഴാണ്. ഭയങ്കര ക്വയറ്റായിരുന്നു ആദ്യം. അങ്ങനെ ആ ട്രിപ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫസ്റ്റ് വോൾവോ V90 ക്രോസ് കൺട്രീൻ്റെ ട്രിപ്പായിരുന്നു തോന്നുന്നു. നല്ല വർക്ക് ഡെലിവർ ചെയ്തു. അതിൽ നമ്മളൊരു തീമായിട്ടുള്ള സാധനമെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നല്ല വർക്കായിരുന്നു. അങ്ങനെ സ്റ്റെന്നിക്ക് പെട്ടെന്നൊരു ഷിഫ്റ്റ് വന്നു. അതാണ് നമ്മൾ ഫോട്ടോഗ്രാഫി, ക്യാമറ, വീഡിയോഗ്രാഫിക്കിൽ വന്നത്. പിന്നീട് നമ്മൾ ഒരുപാട് വർക്കിൽ സ്റ്റെന്നി ക്യാമറമാനായിരുന്നു. നമ്മളെ ചില സ്പെഷ്യൽ വർക്ക്, ഇപ്പോൾ നമ്മൾ ബീസ്റ്റ് ആൻഡ് ദ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടോ മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ പറയാനുണ്ട്, അതിൽ ക്യാമറ ചെയ്തത് സ്റ്റെന്നിയായിരുന്നു. അങ്ങനെ ക്യാമറമാൻ്റെ അല്ലാതെ വന്നിട്ട് ഒരുപാട് വർക്കെല്ലാം ചെയ്ത് നമുക്ക് നല്ല വർക്ക് ഡെലിവറി ചെയ്തിട്ടുള്ള ആളാണ്. വർക്ക് റിലേറ്റഡിനെക്കാളും സ്റ്റെന്നിനെല്ലാം എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഒരു വളരെ അടുപ്പം പേഴ്സണലി തോന്നുന്ന ഒരാളാണ്. ഒരു അനിയനെ പോലെ തന്നെ ആണ്. നമ്മൾ കല്യാണത്തിനെല്ലാം ഫാമിലി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. സ്റ്റെന്നിയും കീർത്തിയും തമ്മിലുള്ള എഫെയറും കുറേ കാലമായിട്ട് ഫ്ലൈവീലിൽ വരുന്നിരുന്ന സാധനം. അപ്പോൾ നമുക്ക് അത്രയും അടുപ്പം തോന്നിയിട്ടുണ്ട്. ഫാമിലി ആണെങ്കിൽ അച്ഛ, അമ്മ, എൻ്റെ മുത്തശ്ശി മരിച്ചുപോയി, പക്ഷേ അവരെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, വീട്ടിൽ പോയിട്ടുണ്ട്. നമ്മൾ കഴിയുന്നത് ഞാൻ എല്ലാ എൻ്റെ മെമ്പേഴ്സിനെയും ഫാമിലിയായിട്ട് അടുത്തറിയാൻ നോക്കാറുണ്ട്.
അത് എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നാറ്. എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ആയിരുന്നു, എൻ്റെ വീട്ടിലെല്ലാവരും ഏറ്റവും അറിയുന്ന രീതിയിലായിരുന്നു, കോളേജ് ആണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും. അപ്പോൾ അത് ഞാൻ എപ്പോഴും ക്യാരി ചെയ്യുന്നുണ്ട്. ആ ഫാമിലി ഒരു സെറ്റപ്പ് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഈ ക്രിയേറ്റീവ് ഏരിയയിൽ, നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോബിൽ എപ്പോഴും ഫ്രീഡം വേണം. നമ്മളൊരു ബോസ് സബോർഡിനേറ്റ് ബന്ധത്തിനേക്കാൾ എനിക്ക് തോന്നാറില്ല ഏട്ടൻ അനിയൻ ബന്ധത്തിന്. അപ്പം കുറച്ച് ഫ്രീഡം കിട്ടും, എനിക്കും ഫ്രീഡം കിട്ടും കുറച്ച് ചീത്തെല്ലാം പറയാൻ. അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞാൽ അവരത് അങ്ങനെ ലൈറ്റായിട്ട് എടുക്കാറുള്ളൂ. കാരണം ഒരിക്കലും അവർ ചെയ്ത വർക്ക് അല്ലെങ്കിൽ അവർ ചെയ്ത മിസ്റ്റേക്കിനായിരിക്കും ചീത്ത പറയുന്നുണ്ടാവുക. അതല്ലാതെ അതിൻ്റെ അപ്പുറം ഫാമിലിനെയോ അല്ലെങ്കിൽ വേറെ ആരെയും ഒന്നും ഞാൻ കൂട്ടി പറയാറില്ല. സ്റ്റെന്നിനെ കൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്. സ്റ്റെന്നിക്ക് എനിക്ക് തോന്നുന്ന ഏറ്റവും കുറഞ്ഞ ചീത്ത കേട്ടിട്ടുള്ള ആളാണ്. പക്ഷേ സ്റ്റെന്നി ചില ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഫ്ലൈവീലിലുണ്ട്. ഇപ്പം ഫ്ലൈവീലിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൂ. നമ്മളെ ചില ഡിസൈൻസും അതുപോലെ തന്നെ നമ്മൾ ലോഗോസിൻ്റെ ചില എക്സ്റ്റൻഷൻ എല്ലാം സ്റ്റെന്നി ചെയ്ത വർക്ക്. അപ്പം സ്റ്റെന്നി നീ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ അങ്ങനെയാണ്, എന്തെങ്കിലും വർക്ക് സ്പെഷ്യൽ ഉണ്ടെങ്കിൽ നമ്മളെപ്പോൾ ഉള്ള ടീമിനോടും പറയും സ്റ്റെന്നിയായിട്ട് കൺസൾട്ട് ചെയ്യാൻ. വളരെ ഓപ്പൺ മൈൻഡഡ്ലി ചെയ്യുന്ന കാര്യമാണ്. സോ സ്റ്റെന്നി ഓൾവേസ് ബീൻ പാർട്ട് ഓഫ് ദിസ്, യു വിൽ ബി. ഫ്ലൈവീൽ അതിൻ്റെ 15th ആനിവേഴ്സറി ആഘോഷിക്കുകയാണ്. ഫ്ലൈവീലുമായിട്ടുള്ള എൻ്റെ അസോസിയേഷൻ തുടങ്ങുന്നത് ഹാനിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലൂടെയാണ്. അതിനുശേഷം ഫ്ലൈവീലിലെ എല്ലാ അംഗങ്ങളും എനിക്ക് ഒരു കുടുംബം പോലെയാണ്. അപ്പം ഫ്ലൈവീലിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഈ ആനിവേഴ്സറി ആഘോഷിക്കുന്ന സമയത്തിൽ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഫ്ലൈവീൽ മെമ്പേഴ്സ് ആൻഡ് ഫ്ലൈവീലേഴ്സ്. കൺഗ്രാജുലേഷൻസ് ആൻഡ് താങ്ക് യു. ആനന്ദേട്ടനും ദീപും ഇതൊരു പാക്കേജ് പോലെ. മറ്റൊന്നുണ്ടല്ല, ഞാൻ ദുബായിൽ പോകാൻ തുടങ്ങി റീസെൻ്റ്ലി എല്ലാ പ്രാവശ്യവും എൻ്റെ കൂടെ എൻ്റെ ഒപ്പം എല്ലാ തവണയും കാണുന്ന രണ്ടാൾക്കാരാണ്. ദീപു ആണെങ്കിൽ, ദീപുവിനെ പരിചയപ്പെടുന്നത് ആനന്ദേട്ടനൊക്കെ കുറച്ച് മുന്നെയാണ്. നമ്മൾ കോവിഡ് സമയത്ത് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഡിസ്കഷൻ സമയത്തായിരുന്നു ദീപുവിനെ പരിചയപ്പെടുന്നത്. പക്ഷേ ഞാൻ അവൻ്റെ വർക്ക് ആദ്യം നോട്ടീസ് ചെയ്ത് 25 തുടങ്ങിയപ്പോൾ എൻ്റെ ടീമിൽ ആരാണെന്ന് എനിക്ക് കാണിച്ചു തന്നെ നല്ല ഒരു ക്വാളിറ്റി പാഷനറ്റ് വർക്കായിട്ട് തോന്നി. അത് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് ദീപുവിനെ ഫസ്റ്റ് കോൺടാക്ട്, ദീപുവിനല്ല ഇർഫാനാണ് ഫസ്റ്റ് സംസാരിക്കുന്നത്, പിന്നെയാണ് ദീപുവിൻ്റെ കോൺടാക്റ്റായി വിളിക്കുന്നത്. ദീപുവിനായിട്ട് കോൺടാക്റ്റ് ആയതിനു ശേഷം ഫസ്റ്റ് ട്രിപ്പിൽ ദീപു നാട്ടിൽ വന്നപ്പോൾ തന്നെ എന്നെ പരിചയപ്പെട്ടു. നെക്സ്റ്റ് ട്രിപ്പിൽ ഞാൻ ദുബായിൽ പോയപ്പോൾ ദീപുവിൻ്റെ കൂടെ കറങ്ങി. അന്ന് തുടങ്ങിയതിൻ്റെ ശേഷം എല്ലാ ട്രിപ്പിലും കാണുന്ന ഒരാളാണ്. അതേപോലെ തന്നെ ആനന്ദേട്ടനെ പറയുമ്പോൾ തന്നെ എനിക്ക് 1-2 ആൾക്കാരും കൂടി മെൻഷൻ ചെയ്യാണ്ട്. നമ്മുടെ അടുത്ത ഫ്രണ്ടാണ് ജാബറിൻ്റെ ഒരു ഓഫ് റോഡ് ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് കോവിഡിന് ശേഷം നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ദുബായിക്ക് പോകുമ്പോൾ പറഞ്ഞു നമുക്കൊരു ക്യാമ്പിങ്ങിന് പോകണം. ഈ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ അഷ്റഫാണ് അതിൻ്റെ ലീഡർ. അഷ്റഫ് ഞാൻ കോൺടാക്ട് ചെയ്തു. ജാബറിൻ്റെ കോളേജ് മീറ്റായിരുന്നു ചെന്നൈയിൽ. അഷ്റഫായിട്ടെല്ലാം പ്ലാൻ ചെയ്ത് ഞാൻ ഡ്രൈവിന് പോകാൻ വേണ്ടി നമ്മൾ ഫ്ലോറ ഹോട്ടലിൻ്റെ പുറത്ത് 3-4 ആൾക്കാർ ഒരുമിച്ച് വന്നു. അതിലൊന്നായിരുന്നു ആനന്ദേട്ടൻ, പിന്നെ റിയാസ്, അങ്ങനെ കുറച്ച് ആൾക്കാർ ജാബറെല്ലാം കൂടെ വന്ന് നമ്മൾ പോയി റാസൽ ക്യാമയിൽ ഓഫ് റോഡും ക്യാമ്പിങ്ങും അടിപൊളി ഗ്രിൽഡ് എല്ലാം റിയാസ് ഉണ്ടാക്കി, നല്ല നല്ല ചായ എല്ലാം ഉണ്ടാക്കി. അന്ന് പരിചയപ്പെട്ട ഈ തടിക്കാരൻ ഈ പറഞ്ഞ പോലെ എല്ലാ ട്രിപ്പിലും കാണാൻ വരും. പിന്നെ നാട്ടിൽ വന്നാലും കണക്റ്റായി. പേരാമ്പ്രക്കാരാണ്, പേരാമ്പ്രൻ്റെ മുത്താണ് ശരിക്കും പറഞ്ഞ ആനന്ദേട്ടൻ. ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഫ്ലൈവീൽ ഈ ലേറ്റസ്റ്റ് കാലത്തുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന ഒരു വ്യക്തികളാണ്. രണ്ടുപേരും കുറേ പറയാനുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലാത്തത് വേറൊന്നുകൊണ്ടല്ല, അത് പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഭയങ്കര അടുപ്പം കാണിക്കുന്നത്, ഫാമിലി പരമായിട്ടും നല്ല അടുപ്പമുള്ള ആൾക്കാരാണ്. എന്തായാലും ഇവർ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് വലിയൊരു സപ്പോർട്ടിങ് പില്ലേഴ്സാണ് ദുബായിൽ. താങ്ക് യു ഗൈസ്. എന്തായാലും ഇനി നമുക്ക് എല്ലാ പ്രാവശ്യവും കാണണം, കുറേ ഫുഡ് കഴിക്കണം, കുറേ ഡ്രൈവ് ചെയ്യണം, കുറേ ഷൂട്ട് ചെയ്യണം. യൂജിൻ, ഇവൻ്റെ പേര് പലരും പല രീതിയിലാണ് പറയാറ്. ഈഗിൾ ജോൺസൺ, മറ്റേത് മർസലുണ്ട്. പക്ഷെ ഞാൻ കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലേ യൂജിനെ? എനിവേ, യൂജിൻ എന്ന് പറയുന്നത് ലിബിൻ്റെ കസിൻ ബ്രദറാണ്. നമ്മുടെ ഒരു മെയിൻ ഗ്രൂപ്പ് മാനേജർ എന്ന് ഞാൻ വിളിക്കും. ആ ഗ്രൂപ്പ് മൊത്തം മാനേജ് ചെയ്യുന്ന ആളാണ്. പലപ്പോഴും നന്ദുവിന് വേണ്ടി ഏറ്റവും അധികം ചീത്ത കേട്ടിരുന്ന ഒരാളായിരുന്നു യൂജിൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഥ. അതായത് പല കാര്യങ്ങളും നന്ദു ഏറ്റെടുത്ത് തടി തപ്പി യൂജിനെ ഏൽപ്പിക്കും. ഞാൻ യൂജിൻ അത് ഏറ്റെടുത്ത് ചെയ്യുന്നതിന് യൂജിന് ചീത്ത വരും. അങ്ങനെ പലപ്പോഴും എൻ്റെ അടുത്ത് നല്ലോണം ചീത്ത കേട്ടെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്താൽ പിന്നെ നമ്മളൊന്നും നോക്കണ്ട. അത് ഇന്നും അങ്ങനെയാണ്. യൂജിനൊരു കാര്യം ഏൽപ്പിച്ചാൽ നന്ദെല്ലാം മറക്കല്ല. നന്ദുൻ്റെ പഴയ പല പ്രശ്നങ്ങളും ഇപ്പോഴും യൂജിനെ ഹാൻഡിൽ ചെയ്യുന്നത് നന്ദു പറയാറുണ്ട്. എനിക്ക് പല കാര്യങ്ങളും യൂജിൻ വളരെയധികം നടത്തി തന്നിട്ടുണ്ട്. ഒരു സമയത്ത് എൻ്റെ ചായ കമ്പനിയായിരുന്നു യൂജിൻ അറിയാതെ. അപ്പോൾ നമ്മൾ ഒരു സമയത്ത് എനിക്ക് ഇവിടെ കാലിക്കറ്റിൽ എപ്പോഴും വൈകിട്ട് ഒരു ചായ കുടിക്കാൻ പോകുന്ന യൂജിനെ ഉണ്ടാവുക.
അപ്പോൾ യുജി ഞാനും കൂടെ ഒരുപാട് ചായ കുടിക്കാൻ പോയിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം നടത്തണമെങ്കിൽ ഇന്നും നമ്മൾ ഏൽപ്പിക്കുന്ന ആൾ യുജിനാണ്. ഫ്ലൈവീൽ കന്നഡ ടീം. ഫ്ലൈവീൽ കന്നഡ എന്നുള്ള നമ്മുടെ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഫ്ലൈവീൽ കന്നഡ നമ്മൾ തുടങ്ങിയ ഞാനത് പറഞ്ഞ ശ്രീകാന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സാധനം ട്രൈ ചെയ്തതെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമുക്കൊരു ടീം തന്നെ ഉണ്ട് അവിടെ. ടീം എന്ന് പറഞ്ഞാൽ വലിയ ടീം അല്ലെങ്കിലും 3 ആൾക്കാർ അടങ്ങുന്ന ടീമാണ്. അതിൽ ശ്രീകാന്ത് കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ടുള്ളത് റോൾവിനും ശ്രേയാങ്കാണ്. റോൾവിൻ നമ്മളെ ലില്ലിപുട്ടാണ്. ആൾ ചെറുതാണ് പക്ഷേ വലിയ മനസ്സാണ്. ഒരുപാട് വർക്കുകൾ റോൾവിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പല വർക്കും ഡിസ്റ്റൻറ്റിൽ ചെയ്യുന്ന ഒരാളാണ്. ചില വർക്കുകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറമെ ശ്രീകാന്തിൻ്റെ എന്ത് വർക്ക് നമ്മൾ കാണുന്നുണ്ടോ അതിൽ മെയിൻ ഒരാൾ റോൾവിനാണ്. മറ്റൊന്ന് ശ്രേയാങ്കാണ്. ശ്രേയാങ്ക് റീസെൻ്റ്ലി ജോയിൻ ചെയ്തതാണെങ്കിലും നല്ല പാഷനറ്റാണ്. ആൾ വളരെ യങ്ങാണ്, കാണുന്ന പോലെയല്ല, ഭയങ്കര യങ്ങാണ്. ആൾക്ക് ഇതേപോലെ തന്നെ വണ്ടികളെ കുറിച്ച് നല്ല നോളജ് ഉണ്ട്. പലതും ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ് ഉണ്ട്. അതിൻ്റെ മേലെ ശ്രേയാങ്ക് ചെയ്ത കുറേ വർക്ക് എന്നെ ശരിക്കും ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. AI വെച്ചിട്ട് ശരിക്കും ജനറേറ്റ് ചെയ്ത ചില വീഡിയോസ്. ഇപ്പോൾ ഹാരി റിവിയുടെ വർക്കെല്ലാം നമ്മളൊന്നും പറഞ്ഞിട്ടല്ല, അവൻ തന്നെ അവൻ്റെ ഇൻട്രസ്റ്റിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മൾ കന്നഡ ടീമിൻ്റെ ബാക്ക് ബോണാണ്. സോ ബോത്ത് ഓഫ് യു ഗൈസ്, ഗ്രേറ്റ് ജോബ് യു ഗൈസ് ഡൂയിങ് ആൻഡ് കീപ്പ് ഇറ്റ് അപ്പ്. ഇനി ഫ്ലൈവീൽ മലയാളം. ഇപ്പോൾ ടീമിലുള്ളത് ഞാൻ, നന്ദു, അജാസ്, നിഷാദ്, നെവിൻ, നിഹാൽ, പിന്നെ നമ്മുടെ ഓഫീസ് ബെയറേഴ്സാണ്. അപ്പോൾ അവരെ ഞാൻ ആദ്യം മെൻഷൻ ചെയ്യാം. അവർ നമ്മളെ കൂടെ മുമ്പേ ഉള്ള ആൾക്കാരാണ്. അവരൊന്നും വീഡിയോക്ക് വരാൻ മടിയുള്ള ആൾക്കാരുണ്ട് കേട്ടോ അതിൽ വരാത്ത. അതിൽ നമുക്ക് വലിയൊരു നഷ്ടമുള്ളത് നമ്മുടെ PT കാക്ക, PT മൊയ്തീൻ കോയ എന്നുള്ള സ്റ്റാഫായിരുന്നു. പുള്ളി കുറച്ച് നാൾ മുമ്പാണ് മരിച്ചുപോയത്. ഇപ്പോൾ ഉള്ള സിദ്ദിഖാക്കയാണെങ്കിലും സൈദാണെങ്കിലും എൻ്റെ ഒപ്പൻ്റെ കൂടെ 30-40 വർഷമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് അവരെല്ലാം തന്നെ ചെറുപ്പം മുതലേ കാണുന്നുണ്ട്. ഒരു പുറത്തുള്ള ആളായിട്ട് തോന്നാറില്ല. പക്ഷേ അവർ ഫ്ലൈവീലിൻ്റെ ഭാഗമാണ്. നമ്മുടെ ബാക്ക് ആൻഡ് ഓഫീസെല്ലാം ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് മുമ്പ് കുറച്ച് ആളുകളൂടെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പം നമ്മുടെ ടീമിലുള്ളതിൽ എടുത്തു പറയേണ്ടത് നെവീൻ, നിഹാൽ ഇവരെല്ലാം. നെവീനാണെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ വിഭിന്ന കൊണ്ടെല്ലാം പറഞ്ഞ പോലെ ആയിരുന്നു. പഠിക്കുമ്പോൾ തന്നെ നമ്മളെ പാർട്ടായിട്ട് മാറി. നെവീനാണ് ആക്ച്വലി വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് അനിക്ക ഫ്ലൈവീലേഴ്സ്. നേരത്തെ അനിക്ക ആർമി എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ ആർമി വേണ്ട, അപ്പോൾ ഫ്ലൈവീലേഴ്സ് മതി, നമുക്ക് കുറച്ചുകൂടിയും ഒരു ജനകീയമാകുന്നുണ്ട്. അങ്ങനെ പേര് മാറ്റിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഒരു മെയിൻ പ്രധാനിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു ഫാൻഷിപ്പിൽ വന്ന ഒരാളായത് ഒരു കണക്ഷൻ ആണെങ്കിലും ഈസ് എ ബ്രില്യൻ ഗായ്. കാരണം ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണ് നെവിൻ. നെവിനിപ്പോൾ നമ്മളെ മെയിൻ ഒരു എഡിറ്ററും നമ്മുടെ പല ബാക്ക് എൻഡ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴും പഠിക്കുക തന്നെയാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ വരില്ലേ, വാക്ക് പാലിക്കണേ. എനിവേ നമ്മൾ അങ്ങനത്തെ ആളുകൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കൊടുക്കാറുണ്ട്. ആ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷം തോന്നാറുള്ളൂ. എന്തായാലും ബെസ്റ്റ് ഓഫ് യങ് ബ്ലഡ് എപ്പോൾ ഉണ്ടാകുന്നത് നല്ലതാണ്. നെവിൻ്റെ കുറേ നല്ല വർക്ക് ഉണ്ട്. ഇപ്പം നമ്മൾ G-ക്ലാസിൻ്റെ എക്സ്പെഡിഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വർക്കായിരുന്നു ഞാൻ ചെയ്ത്. നമ്മളെല്ലാം മറ്റ് ഡെത്ത് വാലി പോയത്. പിന്നെ അതിൻ്റെ ശേഷം പല വർക്കും ചെയ്തതെല്ലാം എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അതിൽ നിഹാൽ ഏറ്റവും ലാസ്റ്റ് അല്ല ഏറ്റവും പുതിയ ഒരാളാണ്. ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഏറ്റവും പുതിയ ഒരാളാണ്. നിഹാൽ മുമ്പ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും പിന്നെ കുറച്ച് കാലം വേറൊരു നാഷണൽ പബ്ലിക്കേഷനിലായിരുന്നു. ഇപ്പം നമ്മൾ 15 ഇയറിൻ്റെ ഭാഗമായിട്ട് കുറച്ച് എക്സ്പാൻഷൻസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പുതിയ ആൾ വന്നതാണ് നിഹാൽ. നിഹാലും അതുപോലെ ഇപ്പം 2 മാസത്തെ പരിചയമാണ് നമുക്കുള്ളത്. 3 മാസം ആവുന്നു. എന്തായാലും വളരെ ഡെഡിക്കേറ്റഡ്, എൻതൂസിയാസ്റ്റിക്, എനർജറ്റിക് യങ് മാനാണ്. നല്ല ഐഡിയാസ് ഉണ്ട്, നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ എല്ലാം തന്നെ ഷൈൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇറ്റ്സ് ഓൾസോ ഗുഡ് തിങ്, കീപ്പ് ഇറ്റ് അപ്പ്. അപ്പോൾ നിഹാലും അതുപോലെ തന്നെ നെവിനും ആണ് ഇപ്പോൾ കോർ ടീമിലുള്ള മറ്റുള്ള ആൾക്കാർ. ഇനി നമ്മളെ കൂടെ കുറേ ഫ്രീലാൻസേഴ്സും ഒക്കെ ഉണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാരായണൻ എന്ന് പറയുന്ന നമ്മൾ മുമ്പ് ഉണ്ടായിരുന്ന ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്തിരുന്ന നാരായണൻ ഒരു പേജുണ്ട്, KRN സ്പീഡ് എന്ന് പറഞ്ഞാൽ. നമ്മളെ കോഴിക്കോട് തള്ളിയിൽ തന്നെയുള്ള ഒരു പയ്യനായിരുന്നു. അതിൻ്റെ പേജ് കണ്ടിട്ടാണ് ഞാൻ അവനെ കണക്ട് ചെയ്യുന്നത്. നല്ല ഇംഗ്ലീഷിൽ കാലിബർ ഉണ്ട്, നോളജ് ഉണ്ട്. ചില പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഓഫ് വെഹിക്കിളിനോട് ഭയങ്കര നോളജ്. അപ്പം നാരായണൻ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ്. അത് തന്നെ പണ്ട് ഉണ്ടായിരുന്ന മുതൽ കുറേ ആൾക്കാരുണ്ട്, പേരെടുത്ത് ഓരോരുത്തരും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് ചില ആൾക്കാരെ പറയണമെന്നുണ്ട്. ഒന്ന് ഫഹീമാണ്. ഫഹീം നമ്മൾ സ്റ്റെനിയുടെ ടോക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ കണ്ടൻറ് ക്രിയേഷനെല്ലാം ചെയ്തിരുന്ന, കാരണം റൈറ്റിംഗ് ഉണ്ട്, നല്ല ഇംഗ്ലീഷ് കാലിബർ ഉണ്ട്. ഹീസ് ഇൻ ഖത്തർ നൗ, ഇപ്പോഴും കണക്റ്റഡ് ആണ്, വെൽ കണക്റ്റഡ് ആണ്. അതേപോലെ അഫ്ലിനെ ഞാൻ തുടക്കകാലത്തുണ്ടായിരുന്ന സ്റ്റാഫിൽ ഒരാളായിരുന്നു. ഈ അടുത്ത ദിവസം ഞാൻ ദുബായിൽ പോയപ്പം കണ്ടു. അപ്പോൾ അഫ്ലും അതുപോലെ തന്നെ സൈലൻറ്റ് കില്ലർ എന്ന് പറയും. ഞാൻ അധികം സംസാരിക്കാൻ കാരണമില്ല, പക്ഷേ നോളജ് വൈസ് നല്ല ഉണ്ടായിരുന്ന ആളാണ്. ഓരോരുത്തർ പേരും എടുത്ത് പറഞ്ഞൊന്നും തോന്നുന്നത് ചിലപ്പോൾ വിട്ടുപോകുന്നുണ്ടാവും. എന്നാലും എടുത്താലും എനിക്ക് ഓർമ്മയുള്ളവരെ ഞാൻ പറയാം. അതിൽ നമ്മൾ ഈ അടുത്തുണ്ടായിരുന്ന ഒരു നല്ലൊരു എഡിറ്ററായിരുന്നു, വീഡിയോ എഡിറ്ററാണ് സജാദ് ചെയ്ത് നല്ല വർക്ക്സ് ഉണ്ട്. അപ്പം നമ്മൾ എടുത്ത് ചെയ്തൊരു മാബാക്കിൻ്റെ ഒരു വർക്ക് സജാദാണ്. ശ്രീരാഗ് നേരത്തെ എഡിറ്ററായിട്ടുണ്ടായിരുന്നതാണ്, പിന്നീട് വേറെ പബ്ലിക്കേഷനിലും പോയി.
ശ്രീരാഗൻ ചെയ്ത കുറേ വർക്കിൽ ഒന്ന് ഞാൻ എടുത്തു പറഞ്ഞ എറോക്സിൻ്റെ എഡിറ്റിംഗ് ആണ്. അങ്ങനെ നമുക്ക് ശ്രീജിത്ത് ഉണ്ടായിരുന്നു, അതേപോലെ അങ്ങനെ കുറേ പേര് നമ്മളെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രീലാൻസേഴ്സ് സെറ്റിലും. അവരെല്ലാം വന്ന് പോയി നിന്നിട്ടുണ്ട്, ചിലർ തിരിച്ചു വരാറുണ്ട്. ഇപ്പോൾ ഉള്ളതിൽ ജോയലുണ്ട്, റിച്ച് ഉണ്ട്, അംബുജനുണ്ട്, സാം ഉണ്ട്, ദേവിക, ഇങ്ങനെ കുറേ പേര് നമ്മളോട് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എവരിബഡി ഈസ് ഡൂയിങ് ഗ്രേറ്റ് ജോബ്. ഇതെല്ലാം നമ്മളെ സപ്പോർട്ടാണ്. നമുക്ക് നിങ്ങളെല്ലാവരും കൂടുമ്പോഴാണ് ഫ്ലൈവീൽ ഫാമിലി ആവുന്നത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓരോ ആൾക്കാരെ കുറിച്ചും ഇനിയും പറയാനുണ്ട്, അവർക്കും നമ്മളെക്കുറിച്ച് പറയണം. സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് ഇതിൽ ഒതുക്കണം. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഫ്ലൈവീലിൻ്റെ 15 വർഷത്തിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങൾക്ക് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പലതും സക്സസ് ആയിട്ടുണ്ട്, ചിലതെല്ലാം ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഒരു കാലത്ത് സൗണ്ട് ഇഷ്യൂസ് വലിയ ഇഷ്യൂ ആയിരുന്നു. കുറേ എല്ലാ ആൾക്കാർ കഴിഞ്ഞിട്ടും നമുക്ക് പാര വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല, നമുക്കറിയാം. എന്തായാലും അതല്ലാതെ തന്നെ നമ്മൾ ഫ്ലൈവീൽ കണ്ടൻറ് വൈസ് മാക്സിമം ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഡിഫറെൻറ്റ് സാധനങ്ങൾ പലപ്പോഴും നമ്മൾ ആരും കാണിക്കാത്ത കുറേ വണ്ടികൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. അതെൻ്റെ ഒരു ഡ്രീമായിരുന്നു. ഈ ഡ്രീം മെഷീൻസ് എന്ന് ഒറ്റ വാക്ക് പറയാം, അങ്ങനത്തെ വണ്ടികൾ കൊണ്ടുവരാൻ എന്നുള്ള ടീമിലായിരുന്നു ഫ്ലൈവീൽ തുടങ്ങിയത് തന്നെ. അതിന്നും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പല സ്ഥലത്തും പല ഡെസ്റ്റിനേഷനിലും പോയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പല ഡിഫറെൻറ്റ് സാധനങ്ങൾ. ഇപ്പോൾ ഒരു കൊല്ലത്തിൽ നമ്മൾ 1-2 ഡിഫറെൻറ്റ് സാധനങ്ങൾ മിനിമം നമ്മൾ തരും. അത് നമ്മളെ ഗ്യാരണ്ടി. അതിനേക്കാളും കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഫ്ലൈവീൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന 3 എൻറ്റിറ്റി ആയിട്ടാണ് മീഡിയ സൈഡിൽ. ഫ്ലൈവീൽ മലയാളം, ഫ്ലൈവീൽ കന്നഡ, പിന്നെ ഫ്ലൈവീൽ ഇൻ്റർനാഷണൽ. അത് നമ്മളെ ഇംഗ്ലീഷ് ചാനലാണ്. മിഡിൽ ഈസ്റ്റ് കണ്ടൻസ് ആണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റ് ഒരുപാട് വണ്ടികൾ ഇന്ത്യയിൽ ഇറങ്ങാത്തതുണ്ട്, നമ്മളെ ഓഡിയൻസ് അവിടെയുണ്ട്, അത് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കുള്ളത് ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞ പോലെ മറ്റുള്ള ഇവൻറ്റും പ്രൊഡക്ഷൻ വിങ്സെല്ലാണ്. അതൊന്നും ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് കാണണമെന്നില്ല, ഇവൻറ്റ്സ് ചിലപ്പോൾ കാണുന്നുണ്ടോ. ഇങ്ങനെയാണ് ഇപ്പോൾ ഫ്ലൈവീൽ നമ്മൾ 15 വർഷം കൊണ്ട് എത്തി നിൽക്കുന്നത്. ഇനിയും വളർത്തണമെന്നുണ്ട്. ഓട്ടോമോട്ടീവ് രംഗത്ത് ഇനിയും വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തണമെന്നുണ്ട്. ഇതിനെല്ലാം ഒരു കാര്യം വേണ്ടത് ദൈവാനുഗ്രഹമാണെങ്കിൽ മറ്റൊരു കാര്യം വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. നമ്മൾ പ്രയത്നിക്കാൻ റെഡി ആയിട്ടുള്ള ടീമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഹൈറ്റ്സിലെത്താം. അത് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. പലരും പറഞ്ഞാൽ 15, 20, 25, 150 എല്ലാം ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനില്ലെങ്കിലും ഈ പ്രസ്ഥാനം ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഓട്ടോ എന്തൂസിയാസ്റ്റുകൾക്ക് ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. എന്തായാലും ഇതുവരെയുള്ള 15 വർഷത്തെ ജേണിയിൽ നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ വലിയ നന്ദി. കീപ് സപ്പോർട്ടിങ് us.